മാഹാത്മ്യം വിളിച്ചോതുന്ന ഏറ്റവും വലിയ ആഘോഷ പരിപാടിയാണ് സ്കൂൾ വാർഷികാഘോഷം. ഒരു അധ്യയന വർഷത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവ് തെളിയിക്കുന്ന ഒരു അവസരമാണിത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 60 വർഷങ്ങളുടെ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇവിടുത്തെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഒത്തൊരുമിച്ച് കൈകോർക്കുന്ന ഈ പുണ്യദിനത്തിൽ ലുമോറ 2025 എന്ന പേരിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ ആഘോഷവേളയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അന്ധകാരത്തെ അകറ്റുന്നത് പ്രകാശമാണ്. ഒരു ദേശത്തിൻ്റെ, ജനതയുടെ മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും അന്ധകാരം അകറ്റുവാൻ 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മലയിടുക്കിൽ ഉദയനക്ഷത്രം പോലെ ഉയർന്നു വന്നതാണ് സെന്റ് മൈക്കിൾസ് സ്കൂൾ. അക്ഷരങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ച് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നേരും നെറിവും സ്വന്തമാക്കി തുടർ പഠനത്തിനായി ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങി പോകുന്ന കുഞ്ഞുങ്ങൾ തിരികെ വന്ന് ഞങ്ങളോട് അവരുടെ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ മലമുകളിൽ ഉയർന്ന ഒരു ദീപമായിരുന്നു ഈ വിദ്യാപീഠം എന്നതിന് ഇതെല്ലാം നേർ സാക്ഷ്യങ്ങളാകുന്നു. വജ്ര ജൂബിലി നിറവിലായിരിക്കുന്ന സെന്റ് മൈക്കിൾസ് സ്കൂൾ ലുമോറ 2025 എന്ന പേരിൽ ജൂബിലിയുടെ തിരുനാളം തെളിയുമ്പോൾ ഞങ്ങൾക്ക് മാതൃകയും പിന്തുണയും പ്രോത്സാഹനവുമായി കൂടെ നിന്ന് എപ്പോഴും ഈ സ്കൂളിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ ആണെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് ഇവിടെ UP സ്കൂൾ ആരംഭിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെ ആ സ്വപ്നവും ഞങ്ങൾക്ക് സാക്ഷാത്കരിച്ച് നൽകിയ സെന്റ് മേരീസ് പ്രൊവിൻസിന്റെ സുപ്പീരിയറും മൈക്കൽഗിരി ക്യാമ്പസിന്റെ മാനേജരും ഒപ്പം ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്യുന്ന സ്നേഹബഹുമാനപ്പെട്ട മദർ ലിൻസിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുമായി ഒരുപാട് ഇടപഴകി അവരുടെ ഹൃദയങ്ങളിൽ ഇടയം നേടിയ നല്ലൊരു അധ്യാപകനും തൻ്റെ സ്വതസിദ്ധമായ ആലാപന ശൈലി കൊണ്ട് അനേകം ഹൃദയങ്ങളിൽ ദൈവാനുഭവത്തിൻ്റെ അഗ്നി നിറയ്ക്കുന്ന ഭാവഗായകനും ആണ് ബഹുമാനപ്പെട്ട പ്രിൻസ് പരത്തിനാലച്ചൻ. തൊടുപുഴ നാദോപാസന സംഗീത അക്കാദമിയുടെ ഡയറക്ടറായും വിവിധ മേഖലകളിൽ തൻ്റെ കഴിവും പഠനവും ചാലിച്ചു ചേർത്ത് അനേകർക്ക് സേവന സന്നദ്ധനാകുന്ന അച്ഛൻ തൻ്റെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഇത്രയും ദൂരം താണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് പരത്തിനാലച്ചനെ ഏറെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞു ഹൃദയങ്ങളിൽ അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം വരച്ച് പഠനത്തിന്റെ മറ്റൊരു അനുഭവവേദ്യമാക്കുവാൻ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീ ഹരിചാരിത. നവമാധ്യമങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു അധ്യാപകനും എഴുത്തുകാരനും സർവോപരി കാർട്ടൂണിസ്റ്റും ഇന്നത്തെ വിശിഷ്ടാതിഥിയുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ശ്രീ ഹരിചാരിത സാറിന് ലുമോറ 2024 ഈ വേദിയിലേക്ക് ഹൃദ്യമായി നമ്മുടെ സ്കൂളിന്റെ ഏതൊരു ആവശ്യത്തിനും സാന്നിധ്യവും സഹകരണവുമായി കൂടെയായിരിക്കുന്ന പിതൃഹൃദയത്തിനുടമയാണ് സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛൻ. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ട പ്രോത്സാഹനവും പിന്തുണയുമായി അച്ഛൻ ഇവിടേക്ക് ഓടിയെത്താറുണ്ട്. ഏറെ സ്നേഹത്തോടെ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയ ശ്രീ രാജേന്ദ്രൻ സാർ കുട്ടികൾക്ക് ഒരു മാതൃകയും പ്രചോദനവും ആകുമെന്ന് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദിണ്ടുക്കമ്പ് പള്ളിയുടെ വികാരിയും മൈക്കൽഗിരി സ്കൂളുമായി എപ്പോഴും ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയുമാണ് ബഹുമാനപ്പെട്ട പീറ്റർ പാലക്കലച്ചൻ.
അനുസരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന സ്നേഹബഹുമാനപ്പെട്ട പീറ്റർ പാലക്കലച്ചനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും കുട്ടികളോടൊപ്പം ഏറെ വർഷക്കാലം ചെലവഴിക്കുകയും കുഞ്ഞു മനസ്സുകളിൽ ഒരുപാട് നന്മയുടെ വിത്തുകൾ പാകി ജീവിത പന്ഥാവിലേക്ക് അനേകരെ കൈപിടിച്ചു നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസ്മരിയ. സെന്റ് മേരീസ് പ്രൊവിൻസിന്റെ വികാർ പ്രൊവിൻഷ്യനായും എഡ്യൂക്കേഷൻ കൗൺസിലറായും സിസ്റ്റർ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. മൈക്കൽഗിരി സ്കൂളിന് ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നുകൊണ്ട് ഇവിടെയായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസ്മരിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ ലോക്കൽ മാനേജരും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട മാർഗനിർദ്ദേശവും പ്രോത്സാഹനവുമായി കൂടെ നിൽക്കുന്ന മദർ ട്രീസ പോളിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യാപക രക്ഷാകർത്ത വിദ്യാർത്ഥി ബന്ധത്തിൽ ആഴവും പരസ്പര ബന്ധവും രൂപീകരിച്ച് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സജീനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയ മറിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ അരുൾ ജ്യോതിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ പി ടി തങ്കച്ചൻ സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എപ്പോൾ വിളിച്ചാലും ഏത് കാര്യത്തിലും ഞങ്ങളോട് ആത്മാർത്ഥതയും സൗഹൃദവും പുലർത്തുന്ന വ്യക്തിയാണ് ശ്രീമതി ഉഷ ഹെൻറി. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി ഉഷ ഹെൻറിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ അക്കാദമിക് വർഷത്തിൽ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ എത്തിച്ചേരുന്ന വ്യക്തിയാണ് വാർഡ് മെമ്പറായ ശ്രീ കുട്ടിരാജ്. ഈ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കുന്ന, സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി തന്നാലാകുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് സ്കൂളിനോട് അങ്ങേയറ്റം സഹകരിക്കുന്ന ശ്രീ കുട്ടിരാജ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൈക്കൽഗിരി സ്കൂളിന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് ഇവിടെ ആക്റ്റീവായ അംഗങ്ങൾ തന്നെയാണ്. പ്രസിഡന്റ് ശ്രീ ടെൽസൺ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ എല്ലാവിധ വളർച്ചയ്ക്കും വേണ്ടി ഇവർ സേവനമനുഷ്ഠിക്കുന്നു. ഈ അവസരത്തിൽ PTA പ്രസിഡന്റ് ശ്രീ ടെൽസൺ അഗസ്റ്റിനെയും MPTA പ്രസിഡന്റ് ശ്രീമതി സാലി ജോഷിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ ലീഡേഴ്സ് മാസ്റ്റർ ഡവനിഷ് ടി, കുമാരി ഷർമിള കെ എന്നിവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ ആഘോഷവേളയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും എല്ലാ മാതാപിതാക്കളെയും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 60ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന റവറൻഡ് മദർ ലിൻസി CSN, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തുവാനെത്തിയിരിക്കുന്ന റവറൻഡ് ഫാദർ പ്രിൻസ് പരത്തിന, വിശിഷ്ടാതിഥിയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ശ്രീ ഹരി ചാരുത, ആശംസകൾ അർപ്പിക്കുവാനെത്തിയിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട വികാരി
മരിയച്ച, പീറ്റർ പാലക്കലച്ച, ഞങ്ങളുടെ വൈസ് പ്രൊവിൻഷ്യലും എഡ്യൂക്കേഷൻ കൗൺസിലറുമായ റവറൻഡ് സിസ്റ്റർ ലിസ് മരിയ, ശ്രീ വിജയ് കാളിദാസ്, ശ്രീമതി ദീപ അരുൾ ജ്യോതി, ശ്രീ പി ടി തങ്കച്ചൻ സർ, ശ്രീമതി ഉഷ ഹെൻറി, ശ്രീ കുട്ടിരാജ്, ഞങ്ങളുടെ മദർ ട്രീസ പോൾ, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയ രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, 6 പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്കൂൾ അങ്കണത്തിൽ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി നാം ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോൾ നിങ്ങളെ ഏവരെയും ഈ ആഘോഷവേളയിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഓഡിയോ വിഷ്വൽ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. സ്റ്റുഡന്റ്, ബെസ്റ്റ് ക്യാരക്ടർ സ്റ്റുഡന്റ്, ബെസ്റ്റ് പെർഫോമർ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡ് എല്ലാ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജോസ് ഊഴത്തിൽ, ശ്രീ കുഞ്ഞുമോൻ വെള്ളരിങ്ങാൻ, ശ്രീ ജയൻ ആതിര സ്റ്റുഡിയോ എന്നിവരെയും നിർധനരായ കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുത്തിരിക്കുന്ന നീയം നാനെ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ ജയരാജ് കുമാർ സാറിനെയും സ്കൂളിന്റെ ഉപകാരിയും ഗുണകാംക്ഷയുമായ ശ്രീ ജോജി പുളിക്കൽ പറമ്പിലിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. വജ്ര ജൂബിലി ആഘോഷ പരിപാടിയെ ഏറ്റവും ജീവസുറ്റതാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ടും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിന് നിങ്ങളെ ഏവരെയും സമർപ്പിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സജ്ജന സമക്ഷം സാദരം സമർപ്പിക്കുന്നു എന്ന് സെന്റ് മൈക്കിൾസ് UP സ്കൂളിന് വേണ്ടി ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സജീന CSN. Thank you, sister. Now the annual report is. ഈ പ്രോഗ്രാമിലെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന പ്രിൻസ് അച്ഛ, സ്നേഹമുള്ള വികാരി അച്ഛ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഭാഗ്യസ്മരണാർഹനായ ബഹുമാനപ്പെട്ട ജോൺ പിണക്കാട്ടച്ഛൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ മൈക്കിൾ സ്കൂളിന് ഇന്ന് 60 വയസ്സ് തികയുകയാണ്. ജൂബിലി നിറവിലായിരിക്കുന്ന ഇതിൻ്റെ അകത്തളങ്ങളിൽ നൃത്തച്ചുവടുകളും ഗാനാലാപങ്ങളും സന്തോഷഭരിതമായ കൂടിച്ചേരലുകളും എല്ലാം നമുക്ക് ദൃശ്യമാണ്. ഏറ്റവും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഈ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഹൈറേഞ്ചിൻ്റെ ഈ മലമടുക്കിൽ 60 വർഷങ്ങൾക്കപ്പുറത്ത് ഇങ്ങനെയൊരു സ്കൂളിനെ പറ്റിയോ ഒരു ബാലമന്ദിരത്തെ പറ്റിയോ ചിന്തിക്കാൻ ജോണച്ചന് മാത്രമേ അന്ന് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാം, ഏറെ കുഗ്രാമമായ ആദിവാസി കുടികൾ ഉൾപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു സ്കൂള് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് അച്ഛൻ ഇതിനു വേണ്ടി ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. ആ പാവന സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് അഞ്ജലിബദ്ധരാകാം. വളരെ തുച്ഛമായ ഫീസും ഫ്രീ ആയിട്ടുള്ള ഹോസ്റ്റൽ അക്കോമഡേഷനും അന്ന് നസ്രത്ത് സിസ്റ്റേഴ്സ് ഏറ്റെടുത്തപ്പോൾ ഫലഭൂയിഷ്ടമായ ഒരു കരിമ്പിൻ തോട്ടവും വളരെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പറമ്പും എല്ലാം ഈ കുട്ടികളെ സംരക്ഷിക്കുവാൻ അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചു. സന്തോഷത്തോടെ സിസ്റ്റേഴ്സ് അത് ഏറ്റെടുത്ത് ഈ 60 വർഷങ്ങൾ അതിൻ്റെ എല്ലാ താഴ്ചകളിലും വീഴ്ചകളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നത് എനിക്ക് അഭിമാനകരമായി നിങ്ങളുടെ മുൻപിൽ പറയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്നാകട്ടെ ഇതെല്ലാം നമുക്ക് കൃഷിയിടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം താഴോട്ട് പോയ ഒരവസ്ഥയിലും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനോ പഠിപ്പിക്കുന്നതിനും സിസ്റ്റേഴ്സ് വളരെ ശ്രദ്ധാലുക്കളാണ്. അവരതിൻ്റെ എല്ലാ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ നയിക്കുന്നു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അനേകായിരങ്ങൾക്ക് നേരിൻ്റെ പാതയും
നേരായ ലക്ഷ്യവും നൽകുവാൻ കഴിയുന്ന ദിവ്യ ജ്യോതിസാണ് സെൻറ് മേരീസ് മൈക്കിൾ സ്കൂൾ. നാടിന് അനേകം പ്രതിഭകളെ സമ്മാനിക്കുന്നവരാണ് അധ്യാപകർ. ഈ നാടിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതും ഇതിൻ്റെ ഉന്നതി നിർണ്ണയിക്കുന്നതും ഈ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന ഒരു തലമുറയാണെന്നുള്ളത് സത്യമാണല്ലോ. കായിക രംഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഒന്നാം നിരയിലാണെന്ന് റിപ്പോർട്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ വ്യത്യസ്തങ്ങളായ കുഗ്രാമങ്ങളിൽ കഴിയുന്ന കൊച്ചുങ്ങൾക്ക് ഇത്രയും സർഗശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള വേളകളിലാണ്. അതിനുവേണ്ടി ഈ ടീച്ചേഴ്സ് എടുക്കുന്ന വലിയൊരു കഷ്ടപ്പാടാണത്. ഇവിടെ നിരക്കി നിർത്തിയപ്പോൾ താഴെ ഇരുന്ന അച്ഛൻ പറയുകയാണ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തല്ലൂർ പറയുകയായിരുന്നു എന്നോട്, തങ്കച്ചൻ സാർ, ഇങ്ങനെയൊക്കെ ഒന്ന് അണിയിച്ചൊരുക്കണമെങ്കിൽ എന്താ കഷ്ടപ്പാട്, ഇവിടെ ഒന്ന് നിർത്തി കിട്ടാൻ ഇച്ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ അതെല്ലാം പറിച്ചു കളയും, കുഞ്ഞു പിള്ളേരല്ലേ. എങ്കിലും അവർ അച്ചടക്കത്തോടു കൂടി ഇതെല്ലാം ചെയ്യുന്ന കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം തോന്നുകയായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ പടിപടിയായിട്ടുള്ള ഈ വളർച്ചയ്ക്ക് പിന്നിലെ കാരണം എന്താണ്, അതിൻ്റെ രഹസ്യം എന്താണ്? 60 വർഷങ്ങളെന്ന് പറയുമ്പോൾ അത് ഒത്തിരി നീണ്ട ഒരു കാലയളവാണ്. അതിനിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടാവും, കാറ്റടി, വലിയ കാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെയുണ്ട്. എങ്കിൽ പോലും ഇതാടാതെ ഉലയാതെ നാളെ ഇതുവരെയും മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിന് പിന്നിൽ ഭാഗ്യസ്മരണാർഹനായ ബഹുമാനപ്പെട്ട പിണക്കാട്ടൻ്റെ ആത്മാവുണ്ട്. ആ ആത്മാവ് ഉറങ്ങുന്ന ഈ മണ്ണിൽ പരാജയം ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എനിക്ക് വ്യക്തിപരമായി അച്ഛനെ പരിചയമുള്ളത് കൊണ്ട് ഒരുപാട് നന്മകൾ സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ. ഈ നാടിൻ്റെ ഒരു വലിയ പ്രതിഭയായിരുന്നു നമ്മുടെ അച്ഛൻ. അച്ഛനിലൂടെ കൈവന്ന നേട്ടങ്ങളാണ് ഇന്ന് നമുക്ക് അയവിറക്കാനുള്ളത്. ഇതിൻ്റെ പിന്നിൽ, ഈ വിജയത്തിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് ഞാൻ പറയും, ഇവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ശുശ്രൂഷയും, അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ കൊളുത്തിവെച്ച ദീപശിഖ മങ്ങാതെ കൈമാറുന്ന ആത്മീയ നിറവുമാണ് ഇതിൻ്റെ പിന്നിലെ വണക്കൂറുള്ള മണ്ണ് എന്ന് നമ്മൾ അനുസ്മരിക്കണം. ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെയും, ഏറെ പ്രത്യേകമായി പറഞ്ഞാൽ സ്കൂളിൽ അധികം കടന്നു വരാൻ സമയമില്ലെങ്കിലും രാവും പകലും ഈ സ്കൂളിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ മഠത്തിലെ മദർ, സ്കൂൾ മാനേജർ, ഇതിനു വേണ്ടി ചെയ്യുന്ന അധ്വാനങ്ങളും, അതുപോലെ തന്നെ ഈ 2 സിസ്റ്റേഴ്സ്, നമ്മുടെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സജീന, എനിക്കറിയാം മിക്കവാറും എന്നെ ഫോൺ വിളിക്കും, പൈസയില്ല, അതില്ല, ഇതില്ല, ഡെസ്ക് ഇല്ല, ബെഞ്ചില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാൻ ഒരിക്കലും അവരെ ഡിസ്കറേജ് ചെയ്തിട്ടില്ല. എവിടെന്നെങ്കിലും സംഗതികൾ കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പച്ചച്ചിരിയുണ്ട്, കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച്. ഇതിനിങ്ങനെയൊക്കെ കാണിക്കാൻ അറിയാമല്ലോ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഈ സിസ്റ്ററിൻ്റെ കഠിനാധ്വാനം ഈ സ്കൂളിൻ്റെ വളർച്ചയുടെ പിന്നിലെ ഒരു വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. അതുപോലെ തന്നെ സിസ്റ്ററിനെ എല്ലാ സമയവും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് സിസ്റ്റർ ജോയലും, അതുപോലെ ഈ സ്കൂളിൻ്റെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള എല്ലാ സഹോദരങ്ങളുമാണെന്ന് നന്ദിയോടെ ഓർക്കുമ്പോൾ ഈ പുണ്യദിനത്തിൽ ഇവരെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുമോദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരു നല്ല കയ്യടി അവർക്ക് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ ടോൾസ്റ്റോയ് ഒരിക്കൽ തൻ്റെ ആത്മകഥയിൽ ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വൈകുന്നേരം നടക്കാനിറങ്ങിയപ്പോൾ ഒരു യാചകനെ കണ്ടു. ഫിഷ യാചിക്കാനായി അടുത്തു വന്ന ടോൾസ്റ്റോയുടെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല കൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ആ ഫിഷക്കാരൻ പൊട്ടിക്കരഞ്ഞു. പറഞ്ഞതിങ്ങനെയാണ്, സഹോദര, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ കരഞ്ഞപ്പോൾ ഈ ടോൾസ്റ്റോയ്ക്ക് ഭയങ്കര സങ്കടമായി. ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, സഹോദര, എൻ്റെ കയ്യിൽ ഒന്നുമില്ലാഞ്ഞിട്ടല്ലേ തരാത്തത്, വിഷമിക്കരുത്, കരയരുത്, ഇനി വരുമ്പോൾ ഞാൻ തരാം. ഇത്രയും പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞ ഫിഷക്കാരൻ ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ ഒന്ന് തരാഞ്ഞിട്ടല്ല കരഞ്ഞത്, ആദ്യമായി സഹോദര എന്ന് എന്നെ വിളിച്ചത് നിങ്ങളാണ്. നിങ്ങളിൽ ഒരു ദൈവിക സ്പർശം ഞാൻ കണ്ടെത്തുന്നു. ഉടനെ
ഉടനെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് സഹോദര എന്ന് വിളിക്കണമെന്ന്. പക്ഷേ ആദ്യമായി ഞാൻ കേട്ട ഈ ശബ്ദം എൻ്റെ കണ്ണ് നിറയുകയാണ്, മറ്റൊന്നുമല്ല. ടോൾസ്റ്റോയ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു, എൻ്റെ ഈ ഫിഷ പാത്രത്തിൽ ശല്യം ഒഴിവാകട്ടെ എന്ന് വിചാരിച്ച് ചിലരൊക്കെ പൈസ ഇടും, ഞാനതെടുത്തു. പക്ഷേ അതിനപ്പുറത്ത് ഒരു ലക്ഷങ്ങളെക്കാൾ വിലയുള്ള ഒരു വലിയ വാക്കാണ് സ്നേഹിത അല്ലെങ്കിൽ സഹോദര എന്നെ വിളിച്ചത്. കൂടാതെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും തന്നില്ലേലും നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി എൻ്റെ ജീവിത അവസാനം വരെ സന്തോഷിക്കാൻ. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മുന്നിലെത്തുന്ന കൊച്ചുമക്കൾ, അവരൊരു പക്ഷേ ഒരുപാട് ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അവരെ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ നിങ്ങൾ കണ്ടെത്തുന്നത് മാത്രം പോരാ, അവരോട് വ്യക്തിപരമായി സംസാരിക്കുകയും അവരുടെ ദുഃഖങ്ങളും വേദനകളും തിരിച്ചറിയുകയും ആവശ്യമായ രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് നൽകുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളമല്ല, നിങ്ങളുടെ കഷ്ടപ്പാടിനപ്പുറം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്നവരും, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പലരും മുൻ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ കയറി വരാൻ കാരണം പണ്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കുറിച്ചോ സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഈ കെട്ടിടത്തെ ഓർത്തല്ല അവർ വരുന്നത്. അപ്പം ഇതാണ് ഒരു ടീച്ചറിന് കിട്ടുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കട്ടെ. അവരുടെ മനസ്സുകളിൽ എന്നും ജീവിക്കുമ്പോൾ നമുക്കറിയാം, അനേകായിരങ്ങൾക്ക് നമുക്ക് രക്ഷ പകർന്നു കൊടുക്കാൻ ഈ സ്കൂളിൻ്റെ അകത്തളങ്ങൾ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങളോടൊരു വാക്ക്. ഈ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ പഠനക്കളരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബമാണ്. നിങ്ങൾ അവർക്ക് മാതൃകയാകണം. ഒരു വീട്ടിൽ കാണുന്നതേ ഒരു കൊച്ചിന് പറയാൻ പറ്റും, കേൾക്കുന്നതേ അവൻ സംസാരിക്കും. ഞാൻ എൻ്റെ കുഞ്ഞു പിള്ളേരുടെ വാർഡിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലത്ത് ഞാനൊരു 5 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞു കൊച്ച് അത് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നേരത്ത് ചുമ്മാ അതിനെ തട്ടിയിട്ട് പറഞ്ഞു, എടാ തെമ്മാടിക്കുട്ട എന്നാ വരുന്നേന്ന് ചോദിച്ചു. ശരിക്കും ചുമ്മാ പറഞ്ഞതാ, അവനെ കളിപ്പിച്ചതാ. പക്ഷെ അവൻ ആ വാക്കെടുത്ത് വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് OP ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവൻ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിലെ ഒന്ന് കടന്നുപോയി. ഈ ചെറുക്കൻ അവിടെ ഇരുന്ന് എന്നെ വിളിച്ചു, എടി തെമ്മാടിക്കുട്ടിയെന്ന്. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ആളുകൾ മുഴുവൻ കേൾക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു. എൻ്റെ പേര് തെമ്മാടിക്കുട്ടി എന്നാന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സുളിവിൽ OP കയറിയിട്ട് സാറിനോട് പറഞ്ഞു, നിങ്ങളുടെ മിണ്ടാപ്രാണികൾ വാ തുറന്നാൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്നെ അവൻ കളിയാക്കി എന്ന് പറഞ്ഞു. അപ്പം എന്നോട് സാറ് പറയാ, കൊടുത്തത് അല്ലേ തിരിച്ചു കിട്ടിയത്, അതുകൊണ്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പൊക്കോളാൻ. ഡോക്ടർ എനിക്കും ഒരു നിർദ്ദേശം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓരോ ദിവസവും കൊടുക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ തിരിച്ചു തരുന്നത് എന്ന് മാത്രം ഈ ഒരു ഉദാഹരണത്തിലൂടെ ഓർമ്മിച്ചിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീട്ടിൽ വഴക്കാണോ, കുഞ്ഞുങ്ങളുടെ പേഴ്സണാലിറ്റി ഒരിക്കലും നന്നാവില്ല. ഞങ്ങളൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം എവിടെ നിന്നാണ് ഇവരുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഈ പഠനക്കളരി വളരെ നല്ലതാക്കി തീർക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾ മൈക്കിൾ ഗിരി സ്കൂളിൻ്റെ മക്കളാണ്. ഇതിൻ്റെ സ്വന്തമാണ്. എവിടെ ചെന്നാലും എത്ര ഉന്നതരായാലും ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന മൈക്കിൾ ഗിരി സ്കൂളിനെ മറക്കാതെ ഈ മൈക്കിൾ ഗിരി സ്കൂളിൻ്റെ ഒരഭിമാനമായി ഒരു അഡ്വർടൈസ്മെൻ്റായി തീരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റേഴ്സിന് ആശ്രയമായി നിൽക്കുന്നത് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ്. വികാരി അച്ഛനിലൂടെ ഒരുപാട് നന്മകൾ നമുക്കിവിടെ ലഭിക്കുന്നു എന്ന് റിപ്പോർട്ടിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സപ്പോർട്ട് അത് ഈ സ്കൂളിൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട
രക്ഷിതാക്കളും ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ഈ മൈക്കിൾ ഗിരി സ്കൂളിനെ ഇനിയും മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഒരു 7ാം ക്ലാസ് വരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇനിയും ഒരുപക്ഷെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ 10ാം ക്ലാസ് വരെ എത്താം. 7ാം ക്ലാസ്സിന് ഒരു NOC കിട്ടാൻ വേണ്ടി ഇത്രയും ദിവസമായിട്ടും നടക്കാതെ പോവുകയാണ്. ഇന്നത്തെ ഓരോ ഉദ്യോഗസ്ഥരുടെയൊക്കെ രീതികളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് എല്ലാത്തിനും ഡിലേ ആണ്. എങ്കിലും അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒട്ടും താമസിയാതെ ഇതൊരു എയ്ഡഡ് സ്കൂളാക്കി മാറ്റണം എന്നുള്ള ഞങ്ങളുടെ മനസ്സിൻ്റെ വലിയ ആഗ്രഹത്തെ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മദർ ഫോർ യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ്. ഈ അക്കാദമിക് വർഷത്തിലെ LP വിഭാഗത്തിൽ നിന്നും ക്ലാസ് ടോപ്പേഴ്സായി വന്ന കുട്ടികൾക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മദർ ലിൻസിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അമയ രഞ്ജു ഓഫ് LKGA, Anusri M of UKGA, Vinod V of UKGB, Arjun S, Standard 1B to A, Divya A, Standard 2B, Siddharth M, Standard 3A, Dhanush S, Standard 3B, Krishnapriya S, Standard 4A, and Mumurthy M, Standard 4B. Thank you, Mother. சிட்டுக்குருவிகளாம் நம் அன்பு செல்லங்கள் தங்களது சின்ன சின்ன ஆசைகளை
As soon as the fire is lit, darkness flees. കർമ്മം നിർവഹിക്കുന്നു. അച്ഛനോടൊപ്പം 60 മൺചിരാതുകൾ തെളിച്ച് നമുക്കും ഈ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാകാം. തുടർന്ന് വിശിഷ്ടാതിഥികൾ എല്ലാവരും മുൻനിരയിൽ ക്രമീകരിച്ചിരിക്കുന്ന മൺചിരാതുകൾ തെളിക്കുന്നു. ഈ സ്കൂളിന്റെ ഊടും ഭാവുമായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപകർ. രണ്ടാമത്തെ നിരയിൽ ക്രമീകരിച്ചിരിക്കുന്ന ചിരാതുകൾ അധ്യാപകർ തെളിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ തോമസ് തൈച്ചേരിയച്ഛൻ, ഈ സ്കൂളിൻ്റെ മുൻ വിദ്യാർത്ഥികളായിരുന്ന ഫാദർ പീറ്റർ പാലക്കൽ, ഫാദർ പയസ് കുടകശ്ശേരി, വന്നിയ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് മൈക്കൽ ഗിരി സ്കൂളിൻ്റെ 60ാം വജ്രജൂലി ആഘോഷത്തിന് വേണ്ടി മറയൂര് എത്തണം എന്ന് എന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടുന്ന് ഒരു വിളി വന്നത്. എനിക്കറിഞ്ഞുകൂടാ എന്താണ് എന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ വളരെ ബിസി സ്കെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിലും എനിക്ക് 118 കിലോമീറ്റർ ഉണ്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വരാനായിട്ട്. ഒരുപക്ഷെ അതൊരു ദൈവ നിയോഗമായിരിക്കാം, നിമിത്തമായിരിക്കാം. ഞാൻ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. ഇത്ര മനോഹരമായൊരു ദേശത്ത് ദൈവം ഇത്ര നല്ലൊരു സ്കൂള് അണിയിച്ചൊരുക്കിയത് നിങ്ങളുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷവും ആനന്ദവും അലതല്ലുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മ സൂചിപ്പിച്ചതുപോലെ 1965 ഇവിടെ പിണക്കാട്ടച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഒരു സ്ഥാപനം അന്നു മുതൽ ഇങ്ങോട്ട് 6 പതിറ്റാണ്ട് ഈ നാടിൻ്റെ വലിയ ഒരു ദീപസ്തംഭമായിട്ട് ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെയുള്ള സകല ജനങ്ങൾക്കും വിജ്ഞാനം പകരുന്ന, വിദ്യ പകരുന്ന ഒരു കലാലയമായി ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയുമാണ്. അത് ഇന്ന് വജ്ര ജൂബിലി നിറവിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ സ്കൂളിൻ്റെ ഈ തിരുമുറ്റത്ത് ആയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സല്യൂട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് മദർ പ്രൊവിൻഷ്യലിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ CSN സിസ്റ്റേഴ്സ് ഇവിടെ ചെയ്യുന്ന ഈ സ്തുത്യർഹമായ സേവനത്തിന് പകരം വയ്ക്കാനാവില്ല. കാരണം 1845 ആദ്യം വിശുദ്ധ ചാവറ പിതാവ് ആദ്യത്തെ സംസ്കൃത സ്കൂള് മാന്നാനത്ത് സ്ഥാപിക്കുന്നത്.
വിദ്യാഭ്യാസം എന്നത് ഏതെങ്കിലും ഒരു ഉന്നത കുലജാതർക്കും വേണ്ടി മാത്രം, ഒരു വരേണ്യവർഗത്തിന് മാത്രം ഉള്ളതല്ല, മറിച്ച് അത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് വളരെ വിപ്ലവാത്മകമായ ഒരു ചുവടുവെപ്പാണ് ചാവറയച്ചൻ 1845 മാന്നാനം കുന്നിൽ ഒരു സംസ്കൃത സ്കൂൾ, അവിടെ സവർണർക്കും അവർണർക്കും എന്ന് ഈ ലോകമുദ്ര കുത്തുന്നവർക്ക് ഒരുമിച്ച് ഒരേ ടേബിളിൽ ഒരേ കസേരയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ആശയം കൊണ്ടുവന്ന വിശുദ്ധ ചാവറ പിതാവിന്റെ അതേ തീഷ്ണതയും ചൂരും ചുരുക്കും പേറുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് CSN സിസ്റ്റേഴ്സിന്റെ ഈ റിപ്പോർട്ട് അവതരണം ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. കാരണം നാട്ടിലൊക്കെ ഒരുപാട് സ്കൂളുകൾ, 2000-ഉം 3000-ഉം ഒക്കെ ഉള്ള സ്കൂളുകൾ, കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോകാനും അവിടെ സേവനം ചെയ്യാനായിട്ടൊക്കെ അവസരം ലഭിച്ച ഞാൻ അവിടെ പോലും കാണാത്ത രീതിയിൽ എത്രയോ മനോഹരമായ കാര്യങ്ങളാണ് ഈ കൊച്ചു സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം, ഒരുപക്ഷെ ഒരു അരമണിക്കൂറോളം നീണ്ട റിപ്പോർട്ടിൽ ആദ്യം മുതൽ അവസാനം നിറഞ്ഞു നിന്നിരുന്നത് വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങൾ ആയിരുന്നു. തീർച്ചയായിട്ടും അത് ഇവിടെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിന്റെ ദിശാബോധം തന്നെയാണ് എന്നെടുത്തു പറയേണ്ടതാണ്. സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അത്രമേൽ സമ്പന്നരോ വിദ്യാസമ്പന്നരോ ഒന്നും അല്ല. എങ്കിൽ പോലും ഈ ഒരു സ്കൂളിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ യാതൊരു കുറവും വരുത്താതെ ഈ ദേശത്തിന് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന നിങ്ങളുടെ ധീക്ഷണാശക്തിക്കും നിങ്ങളുടെ സെൽഫ് സർവീസിനും ഞാൻ ആദ്യമേ ഒരു സല്യൂട്ട് തരികയാണ്. നമുക്കൊരു നല്ല കൈ ഈ സിസ്റ്റേഴ്സിന് കൊടുക്കാം. ദേ ഡിസേർവ് ഇറ്റ്. ആ അംഗീകാരം അവർ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട CSN സിസ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് ഇവിടെ മൈക്കൽ ഗിരി കോൺവെന്റിലുള്ള 5 സിസ്റ്റേഴ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്നലെ മുതൽ ഞാൻ ഈ മൈക്കൽ ഗിരിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് ഇന്നലത്തെ കുർബാനയിലും ഇന്നത്തെ കുർബാനയിലും ഇങ്ങോട്ട് പോരുമ്പോഴും ഒക്കെ എൻ്റെ ജപമാലയിലും കുർബാനയിലും നിങ്ങളെ പ്രത്യേകമായി ഓർത്തിരുന്നു. എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ ഭംഗിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ വാളും ഊരി പിടിച്ച് നിൽക്കുന്ന മിഖായേൽ മലാഹയുടെ സംരക്ഷണം എപ്പോഴും നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഒരുപാട് വർത്തമാനം പറയുന്നതിന് അതൊരു കാര്യമില്ല. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലോ അല്ലേ? ഇവിടെ പറഞ്ഞതുപോലെ ഞാനൊരു പാട്ടുകാരനാണ്, പ്രൊഫഷണലായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഗായകനാണെന്നല്ല, പക്ഷെ എങ്കിൽ പോലും ദൈവം എനിക്ക് തന്ന ഈ പൗരോഹിത്യമാകുന്ന ഈ വലിയ ദാനം, എനിക്ക് ഈ ലോകത്ത് ഇനി അമേരിക്കൻ പ്രസിഡന്റ് പദവി കിട്ടിയാൽ പോലും ഇത്രയും വലിയ ഒരു പദവി എനിക്ക് കിട്ടാനില്ല. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതുകൊണ്ട് എനിക്ക് തന്ന ദൈവത്തിൻ്റെ ഈ മഹാദാനം അത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ഉപയോഗിക്കുകയാണ്. ആദ്യം ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ? പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? നിങ്ങൾക്ക് തമിഴ് പാട്ടാണോ ഇഷ്ടം, മലയാളം പാട്ടാണോ ഇഷ്ടം, ഹിന്ദി പാട്ടാണോ ഇഷ്ടം, അതോ ഇംഗ്ലീഷ് പാട്ടാണോ ഇഷ്ടം? ഹിന്ദി വേണ്ട. ഇത് ഒരു സിനിമ പാട്ടാണ്, മനോഹരമായ റീസെൻ്റ്ലി റിലീസ്ഡാണ്. ഇത് ഒരു ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന എൻ്റെ ഉപാസന എന്ന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ അവിടെ തന്നെയുള്ള ഒരാൾ ട്യൂൺ ചെയ്തതും അതുപോലെ തന്നെ വിജയ് യേശുദാസ് ആലപിച്ചതുമായിട്ടുള്ള, വിജയ് യേശുദാസിന് ചിത്രയും കൂടിയാണ് ആലപിച്ചത്. നമുക്കൊന്ന് കേൾക്കാം.
ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും വളരെ വേദനയോടുകൂടിയാണ് എല്ലാ ദിവസവും ടി വിയും പത്രവും മൊബൈലും ഒക്കെ തുറക്കുന്നത്. 2025 ജനുവരി 1 മുതൽ ഇന്ന് ഈ ഫെബ്രുവരി മാസം 13-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന മനോഹരമായ ഈ ദേശത്ത് നടന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കേരളത്തെക്കുറിച്ച് ഇന്ത്യ മുഴുവനും പറയുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ ഹബ്ബാണെന്നാണ്. ഇവിടെ വിദ്യാസമ്പന്നരാണ് ഇവിടെയുള്ള സകല ആൾക്കാരും എന്നാണ്. ഇവിടെ ഈ മൈക്കൽ ഗിരി മുതൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിൻ്റെ അറ്റം വരെയുള്ള എല്ലാ ജനങ്ങളും വിദ്യാസമ്പന്നരാണ് എന്ന് ഈ ഇന്ത്യ മുഴുവനും വിളിച്ചു പറയുമ്പോൾ മറ്റൊരു സ്റ്റേറ്റിലും നടക്കാത്ത സംഭവങ്ങളാണ് നമ്മുടെ ഈ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഇത്രമേൽ നമ്മുടെ സ്കൂളുകളും നമ്മുടെ സ്ഥാപനങ്ങളും അച്ഛന്മാരും വൈദികരും അമ്പലങ്ങളും മോസ്കുകളുമൊക്കെ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് അത്യധികം പരിശ്രമിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും പുറത്തു പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ ഒരു അറിവിലേക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ജനുവരി 1 ഈ വർഷത്തിന്റെ ഏറ്റവും ആദ്യത്തെ ദിവസം തേക്കിൻകാട് മൈതാനിയിൽ ഒരു 30 വയസ്സുകാരനെ കത്തി കൊണ്ട് കുത്തുമലർത്തിയത് ഒരു 14 വയസ്സുകാരനും 16 വയസ്സുകാരനുമായിരുന്നു. അധികം താമസിച്ചില്ല, ഫെബ്രുവരി മാസത്തില് തലശ്ശേരിയില് ട്യൂമർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നിരുന്ന ഒരു സ്ത്രീയെ, സ്വന്തം അമ്മയെ പുത്രൻ കഴുത്തറുത്ത് കൊല്ലുകയാണ് ഉണ്ടായത്. ഇതുപോലെ ഈ കഴിഞ്ഞ ദിവസം വെള്ളറടയിൽ ഒരു സംഭവം നമ്മൾ കേട്ടു. ഒരു സ്വന്തം അപ്പനെ മകൻ, പറയാൻ കൊള്ളില്ല എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ കേൾക്കുന്നതാണ്. ഇതിനെല്ലാം ഒരു സമാന സ്വഭാവമുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യം. ഈ 5 സംഭവങ്ങൾ, അതായത് വെള്ളറടയിൽ ഒരു പിതാവിനെ കൊന്നു, താമരശ്ശേരിയിൽ ഒരു അമ്മയെ കൊന്നു, കൊടുങ്ങല്ലൂര് ഒരു അമ്മയെ കൊന്നു, നോർത്ത് പറവൂര് ഈ കഴിഞ്ഞ ദിവസം 3 പേരെ തലക്കടിച്ചു കൊന്നു, തൃശ്ശൂര് തേക്കിൻകാട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ കോഴിക്കോട് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം നടന്നു. പ്രിൻസിപ്പലിനെതിരെ അല്ലെ, നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരാൾ ഒരു കുട്ടി 14 വയസ്സേ ഉള്ളൂ. അവൻ പറഞ്ഞ്, സാറ് പുറത്തിറങ്ങിയ സാറിനെ ഞാൻ പൊത്തി മലത്തും എന്ന് പറയുന്ന ഒരു 14 വയസ്സുകാരൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? നമ്മൾ ഇത്രമേൽ വിദ്യാഭ്യാസം കൊടുത്തിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് ഇങ്ങനെ തല തിരിഞ്ഞത് പോകുന്നത് എന്ന് നമ്മൾ വളരെയധികം കൂടുതൽ തീഷ്ണതയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഇതിനൊരു മരുന്ന്? ഒരുപക്ഷെ ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പോലും കൈ അകലത്താണ് ഈ പറയുന്ന ലഹരിയും കാളകൂട വിഷങ്ങളും ഒക്കെ. ആർക്കും എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് ലഹരി മരുന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ശക്തമായൊരു വല വിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിഷ്കളങ്കത മുറ്റി നിൽക്കുന്ന ഈ ദേശത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കടന്നു വരാതിരിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ പുസ്തകം മേടിച്ചു കൊടുത്ത് പുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പരസ്നേഹവും പങ്കുവെക്കലും കൂട്ടായ്മയും ഒക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അത്യന്താപേക്ഷികമായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ സ്കൂളും ഈ കെട്ടിടവും ഒക്കെ അത് അർത്ഥമില്ലാത്തതായിട്ട് മാറും എന്നെനിക്ക് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഈ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ദിവസം എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്. നിങ്ങളുടെ എല്ലാവരെയും മുഖത്ത് കാണുന്ന, ഇവിടെ ഞാൻ ആദ്യം ഒരു പ്രയർ സോങ് കണ്ടു. കുഞ്ഞു മുതൽ മുതിർന്നവര്, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ നിന്ന അവരുടെ മുഖത്ത് കണ്ടിരുന്ന ആ ഒരു നിർമ്മലത അതെന്നും നിങ്ങളുടെ മുഖത്തുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക്. വീണ്ടും ഞാൻ ഒരു പാട്ടും കൂടി എൻ്റെ ഇടയ്ക്ക് ഒന്ന് പാടാം. ഇതെന്താണിത്? ഇത് ഫ്ലൂട്ട്. നമുക്ക് ഫ്ലൂട്ടിലൊരു പാട്ട് കേട്ടാലോ? ഇഷ്ടമാണോ ഫ്ലൂട്ട്? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
കേട്ടിട്ടുണ്ടോ? കലയും പാട്ടും ഒക്കെ മനുഷ്യരെ ഒരു നല്ല ശതമാനം ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംഭവമാണ്. നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്നവരും നന്നായിട്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ പറ്റുന്നവരും ഒക്കെ ഒരു പക്ഷേ എല്ലാവരെയും കൂടുതൽ സന്തോഷവാന്മാരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. പാട്ടും നൃത്തവും കലകളും ഒക്കെ നമ്മളെ എപ്പോഴും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന മാത്രമല്ല എപ്പോഴും പ്രസന്നമാകുന്നതായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളെല്ലാവരെയും ഇവിടെയുള്ള സിസ്റ്റേഴ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പാട്ടുകൾ പഠിപ്പിക്കുക, ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ പഠിപ്പിക്കുക, നൃത്തം പഠിപ്പിക്കുക. അതൊരു പരിധിവരെ നമ്മളെ നിഷ്കളങ്കരായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇന്നേ ദിവസം ഈ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഒരുപാട് മനോഹരമായ ശില്പങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ കഠിനമായ പ്രയത്നങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ അവരില്ലെങ്കിൽ ഈ സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെയുള്ള കുട്ടികളുടെ നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ കാണുമ്പോൾ നല്ല കയ്യടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിൻസി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകൾക്ക്, എയ്ഡഡ് സ്കൂളുകൾക്ക് ഒരുപാട് ഫണ്ടുകൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും കുട്ടികളില്ല, അവർക്ക് അതിൻ്റെ ഒന്നും വില അറിയത്തില്ല. വണ്ടി ഇട്ടിട്ട് കൊടുത്തിട്ട് പോലും ഇവരെല്ലാം ഫീസ് കൊടുത്തിട്ട് CBSE സ്കൂളുകളിലും വലിയ വലിയ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേത് സ്കൂളിലും കൊടുത്തില്ലെങ്കിലും നമ്മുടെ ഈ സെന്റ് മൈക്കിൾ ഗിരി സ്കൂളിലാണ് എയ്ഡഡ് പദവി കൊടുക്കേണ്ടത്. നമ്മുടെ ഈ അധ്യാപകരെ ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ദേശത്തിനാണ് ആവശ്യമുള്ളത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ
സിസ്റ്റർ പറഞ്ഞ ആ ഒരു ആവശ്യം ഉണ്ടാവും. നിങ്ങളുടെ ഈ ഒരു സ്വപ്നം ഏറ്റവും അടുത്ത വർഷങ്ങളിൽ തന്നെ അത് സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പാട്ട് കൂടി പാടി ഞാൻ ഈ എൻ്റെ കലാപരിപാടി അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അവസാനത്തെ ഒരു പാട്ട്, ഇതൊരു തമിഴ് പാട്ടാണ്. തമിഴ് ഇഷ്ടമാണല്ലോ അല്ലേ? ഇവിടെ ഒരു പക്ഷേ ഒരു നല്ല ശതമാനം തമിഴ് സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു പാട്ട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. പക്ഷേ ഇച്ചിരി പാടുള്ള പാട്ടുമാണ്. നമുക്ക് നോക്കാം, ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കാം. പൊന്നിയിൻ സെൽവം എന്ന ചിത്രത്തിന് വേണ്ടി AR റഹ്മാൻ സാറ് ഒരുക്കിയ മനോഹരമായ ഒരു പാട്ടാണ്. അദ്ദേഹം തന്നെയാണ് ഇത് പാട്ട് പാടിയത്.
വൈദികരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മളോടൊപ്പം ഉണ്ടാവും. ഇവിടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ വജ്ര ജൂബിലി ദിനത്തിന്റെ ആശംസകൾ ഏറെ സ്നേഹപൂർവ്വം നിർത്തുകയാണ്. അതോടൊപ്പം ഈ ഒരു പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി. ഈ അക്കാദമിക് വർഷത്തിലെ UP വിഭാഗത്തിൽ നിന്നും ക്ലാസ് ടോപ്പേഴ്സായി വന്ന കുട്ടികൾക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി Sharmila K, Standard 5B. Afrin Fatima S, Standard 6A. Nadia M, Standard 6B. Harshnika L, Standard 7A. Thank you, Father. സഭയുടെയും ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ, ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഞാൻ പഠിച്ച് 45 വർഷം മുമ്പ് ഈ സ്കൂളിൽ പഠിച്ചിട്ട് പല പ്രാവശ്യങ്ങളും ഇവിടെ വന്ന് പല പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ദൈവാനുഗ്രഹമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ സ്കൂളിൽ വന്നെത്തുവാനായിട്ടുള്ള പ്രയാസങ്ങൾ ഇന്ന് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല. ഇന്നൊരു കുട്ടി സ്കൂളിൽ പോകണമെങ്കിൽ 100 രൂപ വേണം. ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ 25 പൈസ മതി. 25 പൈസയുടെ ഒരു കടലമിഠായി കോവിൽക്കടയിൽ വന്ന് കഴിക്കുമ്പോൾ നടന്നു വന്നതിൻ്റെ ക്ഷീണം മാറി സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ അവസ്ഥ 4 വയസ്സിലാണ് ഞങ്ങളോട് പോയി ചേർക്കുന്നത്. എന്നെ പെടക്കാടച്ഛനും സൂസന്നമ്മ, ബർഗ്വാൻസമ്മ, പ്രഭാമ്മ ഇങ്ങനെയുള്ള അമ്മമാർ ഞങ്ങളെ എടുത്തുകൊണ്ടാണ് നടക്കാറ്. പെടക്കാടച്ഛൻ പ്രത്യേകിച്ച്. കാരണം ഞങ്ങൾ ഇത്ര കുഞ്ഞുങ്ങളാണ്. ഇന്നത്തെ കുട്ടികൾ ഒരു 4ാം ക്ലാസ്സിൽ പറഞ്ഞ് ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ പോലും നിൽക്കില്ല. അന്ന് ഞാൻ ഇവിടെ പഠിച്ചതിൻ്റെ അനുഭവം ഇന്നും ഞാൻ കൃത്യമായിട്ട് 5 മണിക്ക് എഴുന്നേക്കും, നടക്കുവാനായിട്ട് പോകും. എല്ലാ കാര്യങ്ങളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ. നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇന്ന് പുതിയ തലമുറകൾ ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി തന്നെ നശിച്ചു. നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ കൊറോണ വന്നതോടുകൂടി തന്നെ നശിച്ചു. കൊറോണ ഒരു മാരക അസുഖമായിരുന്നെങ്കിൽ ഈ ഫോൺ ഒരു മാരക അസുഖമായി തന്നെ മാറി കുട്ടികളുടെ മനസ്സിൽ. മാതാപിതാക്കൾക്കൊന്നും സമയമില്ല, അവരെല്ലാം ജോലി തിരക്കിലാണ്. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര പേര് 10ാം ക്ലാസ്സിന് ശേഷം കാന്തൂർ യുവാക്കൾ അല്ലെ ചെറുപ്പക്കാർ പഠിക്കാതെ നടക്കുന്നു ജീപ്പും ഇതുമായിട്ട്. ജീപ്പ് മതി, അല്ലെ ഓട്ടോറിക്ഷ മതി, മുൻ വിദ്യാഭ്യാസം വേണ്ട. എനിക്കൊക്കെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രീ ഡിഗ്രി ക്രൈസ്റ്റ് കോളേജിൽ 9 മാസം എനിക്ക് പഠിക്കാൻ പറ്റില്ല. ജോസക്കരക്കാരൻ അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവിടെ വണ്ടി യാത്ര സൗകര്യം കുറവുകൊണ്ടും എനിക്ക് ജോലിയും കിട്ടിയത് കൊണ്ടാണ് പഠിക്കാൻ സാധിക്കാറ്. ഇവിടെ ഇരിക്കുന്ന മുൻ പ്രസിഡന്റ് ഉഷയൊക്കെ ഞങ്ങളോട് ഒന്നിച്ചു പഠിച്ച ക്ലാസ്മേറ്റുകളാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് എത്രയോ പേരാണ് ഉന്നതിയിലേക്ക് എത്തിയേക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു സഭ തുടങ്ങി സെന്റ് മൈക്കിഗിരി എന്ന് പേര് സ്ഥാപിക്കുകയും അതിലൂടെ പഠനത്തിൽ കൂടെ എത്രയോ ആളുകൾക്കാണ് ഇവിടെ നല്ലൊരു മാതൃക കാണിച്ചിരിക്കുന്നത്. ഈ അച്ഛൻ അവിടെ വന്നപ്പോഴേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരും, ഇവിടെ പ്രോഗ്രാമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുമാതിരി ടെൻഷനും ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഗ്രാമസഭകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കി അതിനുശേഷം കാന്തൂരിൽ ഏറ്റവും അത്യാവശ്യമാണ് ഒരു ബസ് സ്റ്റാൻഡ്. അതിന് ഞാൻ 4 മണിക്ക് തഹസിൽദാറിന് ചെല്ലാമെന്ന് പറഞ്ഞു. കാരണം റിപ്പോർട്ട് മേടിച്ച് എനിക്ക് കളക്ടറേറ്റിൽ കൊണ്ടുപോയി അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാകണം. നമ്മുടെ നാട് വളരുന്നതനുസരിച്ച് നമ്മുടെ ഗ്രാമങ്ങൾ വികസിക്കണം. എല്ലാ തലത്തിൽ നിങ്ങൾ പരിശോധിക്കണം. ഈ ഫോറസ്റ്റിലെ ആളുകളെ കൊണ്ട് ഈ നാട്ടിൽ കൃഷിക്കാരില്ലാത്ത അവസ്ഥയായി. പ്രസംഗവും കൃഷിയും ആർക്കും ഇഷ്ടമല്ലാമെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് കൂടുതൽ നേരം നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നിർത്തിയേക്കാം. നമ്മുടെ കൃഷി ഉപേക്ഷിക്കുവാനുള്ള കാരണങ്ങൾ ആന മൃഗങ്ങളിലെ 3 പേരെയാണ് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ 3 ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നാടായി നമ്മുടെ കേരളത്തിലെ വന്യജീവി സംരക്ഷകർ.
എങ്ങനെ കൃഷിക്ക് ഇറങ്ങാൻ പറ്റും? രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല, ആനയുടെയും മൃഗങ്ങളുടെയും ശല്യങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ തന്നെ കപ്പയ്ക്ക് വെള്ളം കോരി ഒഴിച്ച് ബീൻസൊക്കെ ഉണ്ടാക്കി ഇഷ്ടമായൊരു ഭക്ഷണം ഞങ്ങൾ സ്വന്തമായിട്ടൂടെ കഴിച്ചിരുന്ന ഒരു സ്ഥാപനമാണിത്. അന്ന് ആ കപ്പയുടെ ടേസ്റ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഈ സ്ഥാപനത്തിലാണ് ഞങ്ങൾ കിടന്നുറങ്ങി, രാത്രി കിടക്കും, കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പാത്രം ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവിടെയാണ് പഠിക്കുന്നത്. അത്രയും സൗകര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഇന്ന് വളരെ ഉയർച്ചയിലും വല്ല പ്രൗഢഗംഭീരമായ ഇതുണ്ടോ, ഇങ്ങനെ ഒരു വിശിഷ്ടമായ തിരിയെത്തിച്ചിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. വജ്ര ജൂബിലി ആഘോഷിക്കുമ്പോൾ 60ാമത് വജ്ര ജൂബിലി അല്ലേ, അതിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഞാൻ ആദ്യമായി തേർന്നോട്ടെ. കുട്ടികൾ ഞാനിപ്പോൾ വരുമ്പോൾ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, ഇവരൊക്കെ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ച് ഇങ്ങനെ എടുക്കുവാൻ സാധിച്ചതെന്ന് എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനത്തെ ഡ്രസ്സുകൾ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ആകെയുള്ള 3 ഡ്രസ്സാണ്, ഒരെണ്ണം പള്ളിയിൽ പോകാനും, ഒരെണ്ണം സ്കൂളിൽ പോകാനും, ഒരെണ്ണം നേറ്റിടാനും. അതെ, ഉള്ള കാര്യമാണ്, ഇതില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. അന്ന് അത്ര ജീവിതമാർഗ്ഗ ബുദ്ധിമുട്ട്, കടകളില്ല, ഭക്ഷണത്തിന് മാർഗങ്ങളില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ആ സൗകര്യം തന്ന ഈ സ്കൂളിൽ ഞങ്ങൾ എങ്ങനെ മറക്കും? ഞങ്ങളുടെ ജീവിതം തന്നെ ഈ ഒരു പകുതിയും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥാപനമായി മാറി. അതുകൊണ്ട് ഈ സിൽവർ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഒരു സോറി നിങ്ങളത് പറയുന്നത്, എനിക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ടാണ്. വളരെ ബഹുമാനപ്പെട്ട ആൾക്കാരെല്ലാം പ്രസംഗിക്കാനിരിപ്പുണ്ട്. പ്രസംഗത്തിനെക്കാട്ടിലും നിങ്ങൾക്ക് ഇഷ്ടം കുഞ്ഞുങ്ങളുടെ ആ കളികളും മത്സരങ്ങളും വേണ്ടി നിങ്ങൾ ഇരിക്കുകയാണ്. അത് കാണട്ടെ. എല്ലാവിധ വജ്രജൂബിലിയുടെ ആശംസകളും നേർന്നുകൊണ്ട് കാന്തൂർ പഞ്ചായത്തിന്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എളിവാക്കാൻ നിർത്തുന്നു. നന്ദി. മൂന്നാർ കലോത്സവത്തിൽ വിവിധ Sumitra C, Abhinaya A, Shivapriya S, Divya A, Vedashri M, Madhushri M, Mummurthy M, Diya Suresh, Akshita P, Raghupandi R. Thank you, sir. എന്റെ വിദ്യാലയത്തിന്റെ മധുരിമ വിളിച്ചോതുന്ന വാക്കുകളുമായി LKGയിൽ നിന്നും അമ്മയ്യ രഞ്ജു. അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള ഏതാനും ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ എന്ന പെരുമുറ്റത്ത് വാൻമോഹം. മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ ONV കുറിപ്പെഴുതിയ ഈ വരികൾ വിദ്യാലയ ജീവിതത്തിൻ്റെ മാധുര്യം വിളിച്ചോതുന്നു. ഈ നാടിൻ്റെ നന്മയുടെ സാംസ്കാരിക തനിമയുടെ അടയാളമായ സെന്റ് മൈക്കിൾസ് UP സ്കൂളാണ് എൻ്റെ വിദ്യാലയം. അശ്വനികളുടെ അറിവിൻ്റെ കലവറയാണ് ഈ വിദ്യാലയം. ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന നല്ല അധ്യാപകരുള്ളതാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാലയം എനിക്ക് അഭിമാനമാണ്. നന്ദി, നമസ്കാരം. നന്ദി അമ്മയ്യ. പോലുള്ള വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വം. 4 ബാലസാഹിത്യ കൃതികളുടെ രചയിതാവ്. മൈൻ പബ്ലിക് എന്ന പ്രസിദ്ധീകരണ സ്ഥാപനത്തിന്റെ ചുമതല നിർവഹിക്കുന്നു. ശ്രീ ഹരി ചാരുതയെ ഏറ്റവും ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഈ വൈകിയ വേളയൊന്നും പറയില്ല, സന്ധ്യയാണ്. വലിയ സന്തോഷത്തിൻ്റെ നടുവിൽ ഫാദർ പ്രിൻസ് അദ്ദേഹം പോയതാണ്. അദ്ദേഹത്തിന് ഒത്തിരി കൈയടി കൊടുത്തേ. വളരെ ശരിക്കും ഒരു ഗാനമേളയൊക്കെ കേട്ടിരിക്കുന്ന ഒരു ഫീലിലായിരുന്നു ഇത്. സംഗീതസാന്ദ്രമായ സ്നേഹസമ്പന്നമായ ഈ ഒരു വെയിലൊക്കെ താഴ്ന്ന ഈ സമയത്ത് ഇങ്ങനെ ഇത്രയും പേരുടെ സ്നേഹത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എൻ്റെ സാന്നിധ്യം ഞാൻ അറിയിക്കാമെന്ന് കരുതുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അവരെക്കാളും ചിരിച്ച മുഖവുമായിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട ജെസ്സി ടീച്ചർ ഉൾപ്പെടെ, ടീച്ചറാണ് നമ്മുടെ ഇവിടുത്തെ കരുത്ത്. എല്ലാവർക്കും നമസ്കാരം. മറയൂർ മലകൾക്കിടയിലെ മണ്ണിൻ്റെ ഒരു മടിത്തടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? മലകൾക്കിടയിലെ മടിത്തടം. ഈ മലകളിൽ പെയ്യുന്ന മഴയുടെ എല്ലാ സൗന്ദര്യവും ഒഴുകി വന്ന് അടിയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ലോകത്തെവിടെയുള്ള മണ്ണിനേക്കാളും ഫലഭൂയിഷ്ടമായിരിക്കും, അല്ലേ ഫാദർ? കാരണം താഴ്മയുള്ളിടത്താണ് ഏറ്റവും കൂടുതൽ ധന്യതയുള്ളത്, നന്മയുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പുലർച്ചെ തുടങ്ങി വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ വിയർപ്പ് വീണ് വിശുദ്ധമായ ഒരിടം കൂടിയാണ് ഈ ഇടം. മറഞ്ഞിരിക്കുന്നവരുടെ ഇടമാണ് മറയൂർ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആ മറവ് ഒരുപക്ഷെ മേഘങ്ങൾക്കിടയിൽ സൂര്യനെ പോലുള്ള താൽക്കാലികമായ ഒരു മറയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ കുറേ കാലം കൊണ്ട് ഈ മണ്ണിലേക്ക് വരുന്നുണ്ട്. ഞാൻ കാണുന്നവരൊക്കെയും പ്രതിഭാധനന്മാർ, സ്നേഹത്തിൻ്റെ സൂര്യന്മാർ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പോയി മേക്കപ്പിന് പോകില്ല, അല്ലേ? അവരവിടെ ഇരുന്ന് കേട്ടോട്ടെ. ചിരിക്കാതെ ഇങ്ങനെ 4 വരി പാട്ട് പാടാൻ പറ്റുന്നവർ ഒരു കവിതയാണ്, ഒരു നാട്ടുമൊഴിയാണ് മൂങ്ങയെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ പാട്ടിൻ്റെ 4ാമത്തെ വരിയിൽ എല്ലാവരും പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ ആട്ടും. ചിരിക്കരുത്, അതാണ് എൻ്റെ അപേക്ഷ. റെഡിയാണോ? അപ്പം ഇപ്പോഴേ ചിരി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെ ചിരിക്കും ആരൊക്കെ ചിരിക്കില്ല. മൂങ്ങയെ എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്ന ഒരു ജീവിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ വരച്ചിട്ടുള്ളത് മൂങ്ങയാണ്. അപ്പോൾ ഞാൻ പേടിയുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം പേടിയില്ല, അവസാനം ഭയങ്കര പേടിയൊക്കെ ഉണ്ടെങ്കിലും കൊള്ളാൽ ഇത്ര പേടിയില്ലാത്ത സാധനമായിരുന്നു, ഇത് പേടിക്കണ്ട അല്ലേ സാറേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ മൂങ്ങയെ പറ്റിയിട്ടുള്ള 4 വരിയാണ്. റെഡിയാണോ? എല്ലാവരും വലിയൊരു കൈയടി വെച്ച്. എനിക്കല്ല, നിങ്ങൾക്ക്. മാമാവിൻ കുമ്പത്ത് കൂടെ പാടാം കേട്ടോ, 4 വരി കാണാതെ പഠിക്കുന്നവർക്ക് പഠിക്കുകയും ചെയ്യാം. മാമാവിൻ കുമ്പത്ത്, എല്ലാവരും ചുണ്ടറക്കി പാടുന്നു, ഉറച്ചു വെച്ചത് പാടി. മാമാവിൻ കൊമ്പത്ത് 4 പേരാണ് പാടിയിട്ടുള്ളത്, സാരമില്ല കേട്ടോ. മൂങ്ങയിരിക്കുന്നു, മൂങ്ങ ആയതായിരിക്കും ഭാഗവത്തിൽ പാടുന്നത്, സാരമില്ല. മൂങ്ങയിരിക്കുന്നു മൂങ്ങക്കരികത്ത് മാമ്പഴമയ്യ, മൂങ്ങയതും നോക്കി. 2 പേരെ 4 പേരിൽ മൂടിയിരിപ്പൂങ്ങും. ഈ മുങ്ങും പറയുമ്പോൾ പരസ്പരം മുഖത്ത് നോക്കുക, പറ്റുമെങ്കിൽ ചിരിക്കാതിരിക്കുക. പരിചയമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ മറ്റൊരാൾ ഇന്ന് കാണണേ ഉള്ളൂ, എൻ്റെ മുഖത്തോക്കി കളിയാക്കരുത്, വച്ചിട്ടുണ്ട് എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ച ദേവിയത് എൻ്റെ പേര് പറയരുത്, ടീച്ചറെ നമ്പർ കൊടുക്കരുത് കേട്ടോ. ചോദിച്ചു റെഡിയാണോ? 1 2 3 സ്റ്റാർട്ട്. മാമാവിൻ കൊമ്പത്ത് 5 പേര് പാടുന്നുണ്ട്, ഇത്രയും പേര് കൂടി ഇരിക്കുന്നത് കേട്ടോ, സാരമില്ല, ഞാൻ വീട്ടിൽ പോയി പാടിക്കോളാം കേട്ടോ. മാമാവിൻ കൊമ്പത്ത് ആ മൂങ്ങയിരിക്കുന്നു, ആ മൂങ്ങയിരിക്കുന്നു മൂങ്ങക്കരികത്ത് മാമ്പഴമയ്യ, ആ മൂങ്ങയതും നോക്കി ആ മൊളിയിരിക്കും. ആ
ഞാൻ കേട്ടു കേട്ടോ, ആരും ചിരിച്ചിട്ടില്ല. ആ ചിരിച്ച ഒരേ ഒരാളിന് വലിയൊരു കയ്യിലെടുത്ത്. നല്ല അനുസരണമുള്ള ആളാണ് കേട്ടോ. പോകുമ്പോൾ വന്ന് പേരും അഡ്രസ്സൊക്കെ തരണം കേട്ടോ. ചിരിച്ചു പോകും കേട്ടോ, അത്ര രസമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ ജയിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ തോറ്റ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ ഫാദർ? ഒരുപാട് പേരുണ്ട്. ഞാൻ തോറ്റവരുടെ പക്ഷം നിൽക്കുകയല്ല. ഞാൻ മൈക്കിൻ്റെ മുമ്പ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ വന്നു. ഒരു കടലോര പ്രദേശത്ത് വെച്ച് പോവാം. അതേ ദിവസം തന്നെ എൻ്റെ ഭാഗ്യം കൊണ്ടോ മറ്റുള്ളവരുടെ ഭാഗ്യം കൊണ്ടോ അപ്പം തന്നെ ഞാൻ ബോധം കെട്ട് വീണു. എന്ത് ചെയ്തു? ബോധം കെട്ട് വീണു. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഞാനിപ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാനന്ന് തോറ്റത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ? അപ്പം സ്കൂളിൽ വന്നിട്ട് തോൽവിയെ പറ്റി മാത്രം പറയും. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തണ്ടായിരുന്നു. എല്ലാം നെഗറ്റിവിറ്റിയാണല്ലോ എന്നാണ് ആരെങ്കിലും വിചാരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ഒരുപക്ഷെ ഞാനന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വിജയത്തിൽ അത്യധികമായി ആഹ്ലാദിക്കുകയും ഞാൻ ഇക്കാലത്ത് ഒരു അഹങ്കാരിയായി തീരുകയും ചെയ്യുമായിരുന്നു. സാധ്യതയാണ്. പക്ഷേ എൻ്റെ തോൽവിയുടെ കാരണത്തിലേക്ക് ഞാൻ പോവുകയും എൻ്റെ കുറവുകളിലേക്ക് ഞാൻ കൂടുതൽ ആഴത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് ഞാൻ സ്വയം പരിശോധിക്കുകയും ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തോറ്റകുട്ടിയെ പറ്റിയിട്ട് പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയുണ്ട്, തോറ്റകുട്ടി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെറിയ വർത്തമാനങ്ങളെ പറയുന്നുള്ളൂ. കേട്ടിട്ടുണ്ടോ പാട്ട്? പഠിച്ചിട്ടുണ്ടോ? ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലേ? പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിന് ഞാൻ പാടി വെറുപ്പിക്കുന്ന ഒരു സാധ്യത സഹിക്കുക. ആ കവിത അല്ലെങ്കിൽ ആ വരി അല്ലെങ്കിൽ ആ വരികൾ അവസാനം ഒരു ചന്തമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇഷ്ടമാണോ ആ കവിത? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എനിക്ക് പറയാൻ വേണ്ട. എന്നല്ലേ ഒരാൾ അങ്ങനെ ആക്കിയത്? എന്നാൽ ഇതോട് കേൾക്ക് കേട്ടോ. പാവമല്ലേ, അവിടെ നിന്ന് വന്ന് ചൊല്ലിയിട്ട് പോകല്ലേ, ഇങ്ങനെയെങ്കിലും ചൊല്ലി. അങ്ങനെയാണോ? തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി, തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു. തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി, തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു. കാറ്റിലേക്കു കുടയും കൊടുത്തു, തുണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു. തൊട്ടുമെല്ലെ വിളിച്ചപ്പോൾ തോന്നി, തൊട്ടുമെല്ലെ വിളിച്ചപ്പോൾ തോന്നി, തൊട്ടടുത്തു പിറകിൽ നിന്നാരോ തിത്തിരി പക്ഷി മൂളിയതാകാം. കൊച്ചു തുമ്പയോ മൈനയോ ആവാം. കാട്ടുവള്ളിയിൽ തൂങ്ങിപ്പിടിച്ച് കാട്ടിലേക്കവൻ ചെന്നുപോൽ. പിന്നെ പൂത്തമുല്ലതൻ സൗരഭം നീന്തും കാറ്റവനൊരു പാട്ടുപോൽ തോന്നി. പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവി കളകളഗാനം. രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നീർത്തിവച്ചോരു പുസ്തകമായി. തോറ്റ കുട്ടിയെ തോളത്തു വച്ചു, പൂത്തു നിന്നു മരതകക്കുന്ന്. തോൽക്കുകയില്ല നീ എന്നേ പറഞ്ഞു, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തല്ല്. തോൽക്കുകയില്ല നീ എന്നേ പറഞ്ഞു, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തല്ല്. ഇങ്ങനെ തോൽക്കുന്നവരെ മുന്നിൽ എപ്പോഴും എല്ലാവരും തോൽക്കുന്നവരുടെ മുന്നിലല്ല. എന്നാൽ പിന്നെ തോറ്റേക്കാം എന്നൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട. തോൽവിയുടെ ആ ഒരു സങ്കടത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളുടെ മുന്നിലെല്ലാം വിജയത്തിൻ്റെ ഒരു അമ്പിളിത്തൽ ഇങ്ങനെ ആകാശത്ത് നിൽപ്പുണ്ട്. അത് തേടിപ്പിടിക്കുക എന്നുള്ളതാണ് അല്ലേ ഫാദർ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷം. ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സെൻറ്റ് മൈക്കിൾ സ്കൂളിൻ്റെ ലവ് യൂണിറ്റി വിസ്ഡം അല്ലേ? അതല്ലേ നമ്മുടെ ആപ്തവാക്യം അല്ലേ സിസ്റ്റർ?
അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ട് വേറൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ലുമോറ എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. മനുഷ്യനെ ഇല്ലുമിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രകാശത്തിൻ്റെ പ്രത്യേകമായ പേരെന്ന് ഞാൻ ഗ്രീക്ക് വാക്കല്ലേ, ഹീബ്രു വാക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ വെളിച്ചം കൂടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ ലൈറ്റല്ല, അല്ലാതെ ഒരു അക്ഷര വെളിച്ചം നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ മനുഷ്യർ ജീവിക്കുന്നത് വലിയ സന്തോഷത്തിന് വേണ്ടിയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം വരിക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളെ തന്നെ അഭിനന്ദിക്കാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? കൈപൊക്കിയ സത്യസന്ധമായിട്ട് കൊള്ളാം നീ ചെയ്ത കാര്യം നെഞ്ചിലിട്ട് അടിച്ച് കരയാനല്ല, ഇങ്ങനെ തോളിൽ ആരെങ്കിലും തട്ടാറുണ്ടോ? കുറേ പേര് തട്ടുന്നുണ്ട്. ഇവിടെ തട്ടില്ലേ? ആരുടെ തോളിൽ തട്ടും? അപ്പുറത്തേക്കുന്ന ആളുടെ. നമ്മൾ നല്ലായിരിക്കും അപ്പുറത്തേക്കുന്ന ആളുടെ തോളിൽ തട്ടും അല്ലേ? ഒരു കൈയടി കൊടുത്ത് ഒരാൾ തലയാട്ടി കുഴപ്പമല്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരൊറ്റ ഉദാഹരണമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ലവ് യൂണിറ്റി വിസ്ഡമാണ് നമ്മുടെ ആപ്തവാക്യം. നിങ്ങൾ വിത്തിനെ കണ്ടിട്ടുണ്ടോ? വിത്തിനെ കണ്ടിട്ടുണ്ട്. ഒരു വിത്ത് മണ്ണിൽ വീഴുമ്പോൾ ഒരു പക്ഷേ താനെ വീണതാവാം, കിളികൾ കൊണ്ടിട്ടതാവാം, നമ്മൾ മനഃപൂർവ്വം വിതച്ചതുമാണ്. ആ വിത്ത് മണ്ണിലേക്ക് വീഴുമ്പോൾ ആ വിത്ത് എപ്പോഴെങ്കിലും അറിയുന്നുണ്ടോ അത് വീഴുന്ന മണ്ണ് തനിക്ക് പറ്റുന്ന തരത്തിലുള്ള സൗകര്യം, നമുക്ക് വളരാൻ പറ്റുന്ന സൗകര്യമുള്ള മണ്ണാണോ അതോ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാക്കുന്ന ചരലും കല്ലും ഒക്കെ നിറഞ്ഞ മണ്ണാണെന്ന് ഏതെങ്കിലും വിത്ത് അറിയുന്നുണ്ടോ? ഇല്ല, അറിയുന്നില്ല. ആ വിത്ത് താഴെ വീഴുന്നുണ്ട്. കിട്ടുന്ന നനവും കിട്ടുന്ന മഴത്തുള്ളിയും ജലവും ഒക്കെ വെച്ച് അത് ചെറുതായിട്ട് പൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ 2 ഇലകൾ ഇങ്ങനെ ഇടുമ്പോൾ അടുത്തുള്ള 2 കല്ല് നീ അങ്ങനെ ഇപ്പോൾ വളർന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞെരുക്കി ആ വിത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. അല്ല, നീ വളർന്ന് വലിയ മരമായി തീരേണ്ടവരാണെന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി കല്ലുകൾ ഒരുപക്ഷെ വഴിമാറി കൊടുക്കുകയും ആ വിത്ത് വളരാനുള്ള ഒരു സാഹചര്യം മണ്ണിനടിയിൽ തന്നെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ അത് സ്നേഹമാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലേ? സ്നേഹമല്ലേ? അത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ വളർച്ചയിൽ സഹകരണത്തോടെ, സ്നേഹത്തിൻ്റെ സഹായത്തോടെ ആ വിത്ത് മണ്ണിന് മുകളിൽ പൊടിച്ച് ഇലകളായി വരികയും 2 4 ആവുകയും 4 പിന്നെയും കൊമ്പുകളാവുകയും അതൊരു വലിയ തൻ്റെ ഇടമുള്ള എല്ലുറപ്പുള്ള തണ്ടുറപ്പുള്ള ചെടിയായി വളരുകയും ചെയ്യുമ്പോൾ ആ ചെടി സ്നേഹം കൊണ്ടും മണം കൊണ്ടും അതിൻ്റെ രൂപം കൊണ്ടും ചലനം കൊണ്ടും കിളികളെയും പൂമ്പാറ്റകളെയും വണ്ടുകളെയും ഒക്കെ ആകർഷിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. തേനീച്ചകളെയും വണ്ടുകളെയും എവിടെയെങ്കിലും ഒക്കെ പറന്നു കിടക്കുന്ന തേനീച്ചകളെയും തേൻകിളികളെയൊക്കെ വിളിച്ച് അടുത്ത് ചേർക്കാറുണ്ട്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യൂണിറ്റി. അല്ലേ? ആണോ അല്ലയോ? സമ്മതിച്ചാൽ മതി. അല്ല, സമ്മതിക്കാമെന്നല്ല, ഓക്കെ ആണെങ്കിൽ സമ്മതിച്ചാൽ മതി. അതല്ലാതെ തൊട്ടടുത്ത് ആ ചെടി വളരുന്നു എന്ന് വിചാരിക്കുക. അത് വളർന്ന് അതിൻ്റെ യൗവനാവസ്ഥകളൊക്കെ കടന്ന് നമ്മുടെ പ്രായപൂർത്തിയായതിനു ശേഷം ചെറുതായി കൂടുകയും ഒട്ടുവരികയും ഒക്കെ ചെയ്തിട്ട് കൂടുതൽ സുന്ദരമായി വരുമ്പോൾ തീർച്ചയായിട്ടും അത് കായ്ച്ചല്ലേ മതിയാവൂ. അല്ലേ? പൂ വന്നാൽ കായ്ക്കണമല്ലോ. കായായി നിൽക്കുകയും ആ കായ കുറച്ചു നാൾ കഴിഞ്ഞ് വിളഞ്ഞ് പൊട്ടിത്തെറിച്ചും ആ കാറ്റിൽ പറന്നു നടന്നും മഴവെള്ളത്തിൽ താഴെ വീണും മണ്ണിലൂടെ ഒലിച്ചും നമ്മൾ ആ മരത്തെ നട്ടതിനും എത്രയോ കാതങ്ങൾ മാറി പൊടിച്ച് മറ്റൊരു തന്നെ പോലെ നന്മയുള്ള മറ്റൊരു മരമായി മറ്റൊരു ചെടിയായി നിൽക്കുവാനുള്ള അതിൻ്റെ സന്നദ്ധതയാണ് അതിൻ്റെ വിശുദ്ധം. അല്ലേ? അതൊരിക്കലും അത് നിൽക്കുന്നിടത്ത് തന്നെ അത് അവസാനിക്കാതെ ആവശ്യമുള്ള മണ്ണ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താൻ നിൽക്കുന്ന ഇടത്തിന് പുറമേ അതിന് സേവനം ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക്, സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ ഒക്കെ പ്രകൃതിയുടെ സഹായത്താലോ മനുഷ്യരുടെയോ ഏറെ കിളികളുടെയോ ഒക്കെ സഹായത്താലോ മറ്റൊരു ചെടിയായി വളരെ എൻ്റെ തൊണ്ടയുടെ അവസ്ഥ കണ്ടറിഞ്ഞ് താങ്കളുടെ പേരെന്താണ്? പേര് പറയില്ല. ജയഭാരതിയാണോ? ഇതാണോ ജയഭാരതി? വലിയൊരു ഐഡിയ കൊടുത്തേ. ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ വിചാരിക്കണേ ഈ ദുഷ്ടന് ഒരു തുള്ളി വെള്ളം കൊണ്ടു കൊടുക്കണ്ട.
പ്രിയപ്പെട്ട എൻ്റെ ജയഭാരതി, താങ്കൾ അങ്ങനെ വിചാരിച്ചോ? സത്യം പറയണം. സിസ്റ്ററുടെ ബാക്കിൽ നിന്ന് മറന്നൊന്നും നിൽക്കണ്ട, സിസ്റ്റർ ധൈര്യം തരില്ല ഇത് സത്യം പറയാനായിട്ട്. ഞാൻ ദാഹിച്ചിരുന്നപ്പോൾ എനിക്ക് വെള്ളം തന്ന ജയഭാരതിയെ ഞാൻ മറക്കില്ല കേട്ടോ. സ്നേഹമുണ്ട്, തൊണ്ടയൊക്കെ വരണ്ട്, പേടിച്ചിട്ടല്ല ഞാൻ സംസാരിച്ചു കളിയാക്കി തുടങ്ങി. നീയാണാടി ജയഭാരതി അത്. ഞാൻ തിരിച്ചെടുത്തു കേട്ടോ, സിനിമയിലല്ലല്ലോ, അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കാറ്റിലൂടെ അത് മറ്റൊരു മണ്ണിലെത്തുകയും തനിക്ക് ആവശ്യമുള്ള ഇടത്ത് അതിൻ്റെ നന്മയുടെ റെപ്ലിക്കേറ്റ് അല്ലേ ഫാദർ, അതിൻ്റെ ഒരു പതിപ്പുണ്ടാക്കിയിടുകയും ചെയ്തു. അതാണ് ആ മരത്തിൻ്റെ വിസ്ഡം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ മുന്നിലിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ ഗ്രാമത്തെക്കാളും 10 മടങ്ങ് ചന്തമില്ലാത്ത നാട്ടിൻപുറത്തിൽ, വെറും നാട്ടിൻപുറം, എനിക്കൊരു 10, 40, 50 വയസ്സൊക്കെ കാണുമല്ലോ, അത്രയും പഴക്കമുള്ള ഒരു നാട്ടിൻപുറത്ത് ജനിക്കുകയും ആദ്യം തോറ്റു വീഴുകയും ആ തോൽവിയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ നിമിഷത്തിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാനൊരു മരത്തെപ്പോലെ ആലോചിച്ചതുകൊണ്ടാണ്, മരത്തെപ്പോലെ ഞാൻ സ്നേഹിച്ചതുകൊണ്ടാണ്, മരത്തെപ്പോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. അതാണ് എൻ്റെ ലവ്, അതാണ് എൻ്റെ യൂണിറ്റി, അതാണ് എൻ്റെ വിസ്ഡം അല്ലേ ഫാദർ. എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുന്നിൽ അകത്ത് മേക്കപ്പെടുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കഴിവുകളുടെ മേലിൽ അഹങ്കരിക്കുകയല്ല, നിങ്ങളുടെ കുറവുകളുടെ മേൽ വിയർപ്പൊഴുക്കുകയാണ് വേണ്ടത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മളറിയുന്ന മിഖായേൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാളുണ്ട് അല്ലേ ഫാദർ. ആ വാൾ നിങ്ങളുടെ കയ്യിലുമുണ്ട്, അത് അറിവിൻ്റെ വാളാണ്. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു തടിക്കഷ്ണം തന്നിട്ട്, ഒരു വിറവിൻ്റെ കഷ്ണം തന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു ആനയെ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പല്ല് നഖമൊക്കെ ഉപയോഗിക്കാം കേട്ടോ, കത്തി വേണേൽ കത്തിയൊക്കെ ഉപയോഗിക്കാം. ചിരിക്കുന്നു, പല്ലില്ലാത്ത എൻ്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്, പല്ല് നഖമൊക്കെ ഉപയോഗിക്കാം. മനഃപൂർവ്വം കളിയാക്കിയതുപോലെ പല്ല് നഖമൊക്കെ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു ആനയെ ഉണ്ടാക്കി തരാൻ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ച മനസ്സിലായോ? ഒരു തടിക്കഷ്ണം, അടുക്കളയിൽ നിന്ന് ഒരു കഷ്ണം തടിക്കഷ്ണം എടുത്ത് തന്നിട്ട് എന്നെ ആക്രമിക്കാനുള്ള സാധനങ്ങളെ കൊണ്ടുവച്ചു കേട്ടോ. ബോർഡൊക്കെ റെഡിയാ അല്ലേ? ഓക്കെ, വരയ്ക്കാമേ. അതിനുത്തരം അതിൻ്റെ ഉത്തരം മനസ്സിൽ വന്നോ? ഞാൻ തന്നെ പറയാം, ആർക്കെങ്കിലും പറയാമോ? സാറേ എന്തോന്ന് വരാനും ഉണ്ടാക്കാനോ പാടിത്രയും ചുമ്മാ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റിയ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? കുറേ പേരുടെ മനസ്സിൽ ആ ഉത്തരം വന്നിട്ടുണ്ട്. ആ റഫായിട്ടുള്ള തടിയിൽ നിന്ന് ആനയല്ലാത്ത ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്താൽ പോരെ? ആണോ അല്ലയോ? ആ തടിയിൽ നിന്ന് ആനയ്ക്ക് ആവശ്യമാവുന്ന ഒരാനയെ രൂപീകരിക്കാനുള്ള ഭാഗങ്ങളല്ലാത്തതൊക്കെയും മാറ്റിയാൽ അതൊരാനയാവില്ലേ? അല്ലേ? അങ്ങനെയാണ് നമ്മൾ വിദ്യാർത്ഥികളുടെ, ജനിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ക്വാളിറ്റി ഒന്നും വരില്ല. ജനിച്ചുടനെ ഞാൻ എണീറ്റ് പ്രസംഗിച്ചിട്ടില്ല, ജനിച്ചുടനെ ഞാനെന്ത് കവിത ചൊല്ലിയിട്ടില്ല, ജനിച്ചുടനെ ഇദ്ദേഹം പാടിയിട്ടില്ല. പാട്ടിൻ്റെ പ്രിയപ്പെട്ട രാജകുമാര അങ്ങനെയൊക്കെ നമ്മുവാകാം. ഭയങ്കരമായിട്ട് ഞാൻ പാട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ കാര്യം എടുത്ത് പ്രിയപ്പെട്ട അഫിൻസ് അച്ഛൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആനയുടെ അതല്ലാത്ത ഭാഗങ്ങളൊക്കെ മാറ്റിയാൽ ആനയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നേടുന്ന ഓരോ അറിവും നിങ്ങളുടെ കയ്യിലെ ടൂളാണ്. അതൊരു പക്ഷേ കത്തി ആവണമെന്നില്ല, നിങ്ങളുടെ പല്ലും നഖമായാൽ പോലും മതി. നഖം നീട്ടി വളർത്തിയ കഴിയായാൽ പോലും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ, ഞാൻ തന്ന എത്ര പരുക്കനായ തടിയിൽ നിന്ന് നിങ്ങൾ ഒരു ആനയെ ഉണ്ടാക്കിയിരിക്കും അല്ലേ? കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കും. വിദ്യാഭ്യാസം നമ്മളെ മാറ്റിമറിക്കുന്നത് ജനിച്ചു വീഴുമ്പോൾ അസൂയ, കുശുമ്പ്, ഞാനേ മുഖത്ത് നോക്കില്ല. കാരണം ഞാൻ ഒരിക്കലും നോക്കി പറഞ്ഞപ്പോൾ സാറേ എൻ്റെ മുഖത്ത് തരും സാറേ, ഇത് 3-4 വാക്ക് പറഞ്ഞപ്പോൾ നോക്കിയത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒന്ന് ചോദിച്ചു. അവിടെ ഞാൻ മാനത്ത് നോക്കി പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനിക്കുമ്പോൾ അസൂയ, കുശുമ്പ്, കുന്നായ്മ, അക്രമവാസന, നന്ദിയില്ലായ്മ, പിന്നെ ക്രൂരത ഒക്കെ ഉള്ള നമ്മൾ ഇത് താഴോട്ട് നോക്കിയാൽ നമ്മൾ നേടുന്ന വിദ്യാഭ്യാസത്തിലൂടെ ഇതെല്ലാം മാറ്റിക്കളഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആനയെക്കാളും ചന്തമുള്ള ഒരു ജീവിയാണ് അല്ലേ? അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളൊരു അറിവ്, തിരിച്ചറിവ് നേടിയില്ലെങ്കിൽ നമ്മൾ ഈ കെട്ടിപ്പൊക്കുന്ന 4 നില 5 നില സ്കൂളുകൾ കൊണ്ട് എന്ത് പ്രയോജനം? പല സ്കൂളുകളുടെ അകത്തിരിക്കുന്ന കുട്ടികൾക്ക് മലയാള അക്ഷരങ്ങൾ പോലും അറിയില്ല എന്നുള്ള വസ്തുത ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയല്ല, സൗകര്യങ്ങൾ കുറഞ്ഞിരുന്നാലും അക്ഷരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ആത്മവിശ്വാസമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത, ഏറ്റവും വലിയ ഉദ്യോഗത്തിലിരിക്കുക, ഏറ്റവും വലിയ പദവി നേടുക എന്നുള്ളതല്ല എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ.
നിങ്ങൾ മകനായിരിക്കുമ്പോൾ ഏറ്റവും നല്ല മകനും, നിങ്ങൾ മകളായിരിക്കുമ്പോൾ ഏറ്റവും നല്ല മകളും, നിങ്ങൾ അച്ഛനായിരിക്കുമ്പോൾ ഏറ്റവും നല്ല അച്ഛനും, നിങ്ങൾ അമ്മയായിരിക്കുമ്പോൾ ഏറ്റവും നല്ല അമ്മയും, സഹോദരങ്ങളായിരിക്കുമ്പോൾ ഏറ്റവും നല്ല സഹോദരനും, അയൽക്കാരനായിരിക്കുമ്പോൾ ഏറ്റവും നല്ല അയൽക്കാരനും, സമൂഹജീവിയായിരിക്കുമ്പോൾ ഏറ്റവും നല്ല സമൂഹജീവിയും, ഏറ്റവും താഴെ മനുഷ്യനായിരിക്കുമ്പോൾ ഏറ്റവും നല്ല മനുഷ്യനുമായിരിക്കും എന്നുള്ള തിരിച്ചറിവാണ്. അതിൽ കൂടുതൽ സമ്പന്നമായിട്ട് നമുക്കൊന്നും നേടാനില്ല. ഒരുപക്ഷെ പൈസ കൊടുത്തു പോലും നമുക്ക് വാങ്ങാൻ പറ്റാത്ത ക്വാളിറ്റീസാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. ഇതിൻ്റെ ഹബ്ബുകളാണ്. ഫാദർ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഉരുത്തിരിഞ്ഞെടുക്കുന്ന, നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന മൂശയാണ്. അവിടെ നമ്മൾ പരുവപ്പെട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഏത് ഉന്നത മേഖലയിൽ ചെന്നാലും നമ്മൾ തനിത്തങ്കമായിരിക്കില്ല. 1 ഗ്രാമിൽ പൊതിഞ്ഞ ഏതെങ്കിലും ആഭരണം വന്ന് മനുഷ്യർ തിരിച്ചറിയും, അല്ലേ? എത്ര തിളക്കങ്ങളുണ്ടായാലും നമ്മുടെ ഉള്ളറിയാതെ പോയാൽ, ഉള്ളിലുള്ള നന്മയെ തൊട്ടറിയാതെ പോയാൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. എനിക്ക് ഇരിക്കണമെന്നുണ്ട്, പക്ഷേ 9 മണിക്കുള്ള വണ്ടിക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ഇടയ്ക്കെപ്പോഴുമൊക്കെ ഞാൻ അപ്രത്യക്ഷനാകും കേട്ടോ. ഈ പറഞ്ഞ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെ ആർദ്രത നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരൊറ്റ കാര്യം, നമ്മൾ അറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്നതിനനുസരിച്ച് നമ്മൾക്ക് വിവേകം ഉണ്ടാവണമെന്നില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസവും വിവേകവും തമ്മിൽ വലിയ ബന്ധമില്ലെന്നാണ് നമ്മുടെ ജീവിതം തെളിയിക്കുന്നത്. ഏറ്റവും ഫാദർ അക്കമിട്ട് നിരത്തിയ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ ഈ മണ്ണിനെ എത്രമാത്രം വിഷലിപ്തമാക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ്. എന്തെല്ലാം തരം വിഷങ്ങൾ അതിൽ കലർത്താമോ, എന്തെല്ലാം തരം ദ്രോഹങ്ങൾ മണ്ണിനോട് ചെയ്യാമോ, അതൊക്കെ നമ്മൾ നിരന്തരം യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ, മനസാക്ഷിക്കുറിപ്പില്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ മണ്ണിനോട് ചെയ്യുന്ന ഈ ദ്രോഹത്തിൻ്റെ പേരിൽ, ഈ ദുഷ്ടതയുടെ പേരിൽ ഏതെങ്കിലും ഒരു മരം നമുക്ക് വിഷക്കായ തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആപ്പിൾ മരം? ഈ ദുഷ്ടന്മാരെല്ലാം നന്ദികെട്ടവന്മാരാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യർ. അതുകൊണ്ട് ഇവന്മാർക്കൊന്നും ഇനി ആഹാരം കൊടുക്കണ്ട, ഇവന്മാർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കണ്ട, ഈ ദുഷ്ടന്മാർ നശിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഓറഞ്ചിൽ ഏതെങ്കിലും മനഃപൂർവ്വമായി മരങ്ങൾ വിഷം കലർത്തി തരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആപ്പിള് വിഷത്തോടെ നമുക്ക് കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മാങ്ങാപ്പഴം, ഏതെങ്കിലും ഒരു ചക്ക നമുക്ക് വിഷത്തോടെ ഏതെങ്കിലും മരം തരുന്നുണ്ടോ? ഒരിക്കലുമില്ല. നാളിതുവരെ ഇല്ല, അല്ലേ ഫാദർ? നാളെ തൊട്ട് എങ്ങനെയെന്ന് അറിയില്ല. ഒരു മണ്ണിനും ഒരു മനുഷ്യനും ചെയ്യാത്ത ദ്രോഹങ്ങൾ മണ്ണിനോട് ചെയ്യുമ്പോൾ ലോകത്ത് ഉള്ള ഒരു തരി മണ്ണ് പോലും മനുഷ്യനെ തിരിച്ച് പ്രതികാര ബുദ്ധിയായി ഇവൻ ചെയ്യുന്ന ദ്രോഹങ്ങളുടെ പേരിൽ ഇവനെ നശിപ്പിച്ചു കളയാമെന്നോ, ഇവനെ ഇല്ലാതാക്കി കളയാമെന്നോ, ഇവന്റെ രക്തത്തിലേക്ക് വിഷം കലർത്താമെന്നോയുള്ള വിപരീത ബുദ്ധി വെച്ചിട്ട് ഈ നിമിഷം വരെ ഒരു മരവും നമ്മളോട് പ്രവർത്തിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഈ അടുത്ത് നിൽക്കുന്ന മാവും നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന പ്ലാവൊക്കെ നമ്മൾ എന്തേ വെട്ടിക്കളഞ്ഞല്ലേ? ആ സ്ഥാനത്ത് നമ്മൾ അതിൽ വിഷം കലർത്തുകയും ദ്രോഹമെന്നറിഞ്ഞിട്ടും ഹാനികരമെന്നറിഞ്ഞിട്ടും മരണതുല്യമായ അവസ്ഥ ഉണ്ടാക്കുമെന്നറിഞ്ഞിട്ടും നമ്മൾ നമ്മുടെ സഹോദരന്മാർക്ക് ലാഭത്തിന് വേണ്ടി ജീവിക്കാനുള്ള പണത്തിനോടുള്ള ആർത്തി നിമിത്തം കലർത്തി കൊടുക്കുന്നു. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. നാളിതുവരെയുള്ള പ്രകൃതിയുടെ ഒരു സംവിധാനത്തിൽ മരങ്ങളോളം താഴ്ന്ന ക്ഷമയോടെ നിൽക്കുവാൻ നമ്മൾ മനുഷ്യർക്കാവട്ടെ. അതിനുള്ള വിദ്യാഭ്യാസം, വിവേകവും നമ്മുടെ ഈ സ്കൂളുകൾ വഴി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറാൻ കഴിയട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ 60ൻ്റെ നിറവിൽ ഈ വിദ്യാലയത്തിൻ്റെ ഊർജ്ജമായി നിൽക്കുന്ന, സ്നേഹപ്രവാഹമായി നിൽക്കുന്ന ഓരോരുത്തർക്കും, എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും, എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വലിയ മനസ്സുകൾക്കെല്ലാം നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നല്ലതുണ്ടാവട്ടെ, നന്മയുണ്ടാവട്ടെ, നന്മയുടെ മരമാവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഓക്കെ, ഇനി വരയുടെ ഒരു ദൗത്യമുണ്ട്, അല്ലേ? എവിടെ നമ്മുടെ ബോർഡ്? അപ്പോൾ വരയ്ക്കാൻ ഒരു കാര്യം കൂടി ഇങ്ങനെ ഉണ്ട്. മതിയോ? പേപ്പറാണ്. അപ്പം ഞാനേ നമ്മുടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകാരെ ഉണ്ടോ? ടീഷർട്ടൊക്കെ അല്ല, ധവനീഷൊക്കെ ഇവിടെ ഉണ്ടോ? ധവനീഷ് പോയോ? ധവനീഷ് എവിടെ പോയല്ലേ? സാരമില്ല. മാലാഖമാരാകാൻ ഇഷ്ടമുള്ള 3 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കാതെ വരാം. ഇവിടെ റെഡിയാക്കി നിർത്തിയിരുന്നു തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിയോ? പേരെന്താ?
അല്ല, ആരാധ്യ. ഒരാൾ വന്നിട്ട് പഠിച്ചോളൂ. രണ്ട് പയ്യന്മാർ വന്നേതാ ഇങ്ങോട്ട് വരുന്ന ആളാണോ? അംബരീഷല്ലേ? ബാബാ അവനീഷ് വല ധവനീഷ് ധവനീഷ് വലിയൊരു ഐഡിയ കൊടുത്തേ. ഓക്കെ ധവനീഷ, ഞാൻ പറയുന്നതൊക്കെ ചെയ്യുമോ? ഇവർ ചെയ്യാൻ നേരിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. മലഹാവാൻ ഇഷ്ടമാണോ? ചുമ്മാ കയറി വന്നിരിക്കുക കേട്ടോ. ഞാൻ എല്ലാം കേട്ടിട്ടൊക്കെ വരാം. ചുമ്മാ ഇവർ പോയപ്പോൾ പിന്നെ ഇങ്ങോട്ട് കറിയിക്കുക ഒന്ന് വിചാരിച്ചു. ഇങ്ങനെയാണോ വന്നില്ല? എന്തിനോടെ വന്ന്? ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ എപ്പോഴെങ്കിലും ധവനീഷ് എന്ന് വിളിച്ചതോ അവൻ്റെ വേണ്ടപ്പെട്ട ആരായിരുന്നു തലയായിട്ട് വിളിച്ചല്ലേ? ഞാൻ അറിയാതെ വിളിച്ചത് കേട്ടോ. എന്തായാലും വന്നില്ലേ? ഒരു കൈ നോക്കിയാലോ. ഈ ഹെയർ സ്റ്റൈലൊക്കെ കൊള്ളാമല്ലോ. ബാ ബാ അമ്മക്കുട്ടി ആനക്കുട്ടി ബാ. നോക്കല്ലേ റെഡിയാണോ? താങ്ക് യു. ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് റെഡിയല്ലേ? ഞാൻ റെഡിയാ കേട്ടോ. ധവനീഷിന്റെ ബാ. ഇതാണ് ധവനീഷ്. ഇത് നമ്മുടെ കൂട്ടത്തുള്ള മാലാഖൻ. ഇവർ മാലാഖി, രണ്ട് മാലാഖിയും ഒരു മാലാഖൻ. കുറേ ഉണ്ട് കേട്ടോ തലമുടി. അപ്പോൾ ധവനീഷ് ഇങ്ങനെ എൻ്റെ സൈഡിൽ അങ്ങനെ നിന്നോ. അങ്ങനെ നിന്നോ, നോക്കട്ടെ. ധവനീഷിൻ്റെ സൈഡിൽ നിങ്ങളും കൂടി പോയി നിന്നോ. ആ അപ്പുറം നിന്നോളാം കേട്ടോ. എന്നെ തന്നെ നോക്കിക്കാണല്ലോ. നോക്കട്ടെ. അത് ധവനീഷ്. ധവനീഷിൻ്റെ പ്രത്യേകത, ധവനീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ധവനീഷിൻ്റെ ഹെയർ സ്റ്റൈലാണ്. നോക്കട്ടെ. തലമുടി ആദ്യം മുട്ടയേറ്റ വരയ്ക്കണം, കുഴപ്പമില്ലല്ലോ. ധവനീഷ് ഏറ്റവും ദേഷ്യത്തൊന്നോ? ഇല്ല. എന്തുകൊണ്ട് ദേഷ്യത്തൊന്നുമില്ല? ധവനീഷ് കുറച്ച് പുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചിരിക്കണുണ്ടോ? ചെറിയ ചിരിയുണ്ട് ധവനീഷോടെ. ധവനീഷ് ഭയങ്കര സീരിയസ് ആണ്. ഞാൻ അവിടെ വെച്ച് ഞാൻ ടീച്ചർ കൂടി അവിടെ എനിക്ക് ആദ്യം പരിചയപ്പെട്ട ആളാണ് ധവനീഷ്. ധവനീഷിൻ്റെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ, പേരെന്തായിരുന്നു? എന്താകിനിയോ? അടുത്തിരുന്ന് ഇവിടെ ഉണ്ടാളോ? അവിടെ നിന്ന് ആ മേക്കപ്പ് പോയിരുന്നു. ഞാൻ 3-4 വട്ടം വിളിച്ചു കേട്ടോ നിന്നെ. ഓക്കെ. അപ്പോൾ ധവനീഷിൻ്റെ പേരൊക്കെ പറയാൻ പറഞ്ഞു. ധവനീഷ് ഇങ്ങനെ എന്നോട് പറഞ്ഞു കേട്ടോ. ഓക്കെ റെഡിയല്ലേ? ഇങ്ങനെ വരച്ചു. തലമുടി ഉണ്ടല്ലേ? തലമുടി ഇങ്ങനെ ഒരു തൊപ്പി പോലൊരു സാധനം വന്നിട്ട് ഇങ്ങനെയാ. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. നോക്കട്ടെ. ഇങ്ങനെയാണോ? ഇതുപോലൊക്കെ ഏകദേശം വരും. ആ ആ ടീഷർട്ടാണല്ലേ? ടീഷർട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നിൽക്കണേ. ബാക്കിൽ കൈ കെട്ടിയിട്ട് അല്ലേ? നോക്കട്ടെ. കൈ ബാക്കില്ല. ഇങ്ങനെയല്ലേ ശരിയാണ്? അങ്ങനെ നോട്ടെ. അങ്ങനെ നോട്ടെ. ആരാധ്യ വല സൈഡാണ് നിൽക്കുന്നത്. ആരാധ്യ അത്രയും പൊക്കമൊന്നുമില്ല, കുറച്ചുകൂടി ചെറിയ ആളാണ്. ആരാധ്യയുടെ ഹെയർ സ്റ്റൈലാണ് ഭയങ്കര പ്രയാസം. ഇങ്ങോട്ട് നോക്കി എന്നെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആരാധ്യ ഇവിടെ കയറി വന്നിരിക്കുന്നത്. എൻ്റെ കൂടി വലിയ വിരോധം വല്ല ഉണ്ടോ? സത്യം ഇല്ല. ഞാൻ നേരത്തെ നിന്നെ കണ്ട് ചിരിക്കാതെ പോയതുകൊണ്ട് ദേഷ്യമാണോ നീ കയറി? ആരാധ്യക്ക് വലിയൊരു കയറി കൊടുത്തേ. ഇവിടെയുള്ള ഇത് ഒരുക്കിനേക്കാൾ ഇരട്ടി സമയം എടുത്താണ് ഡെക്കറേഷൻ ചെയ്തേക്കുന്നത്. ഭയങ്കര ഡെക്കറേഷൻ അല്ലേ? ആ നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു കാത്, അടുത്തൊരു കാത്, ഇങ്ങനൊരു വിരികം, ഇങ്ങനൊരു വിരികം. കണ്ണില്ലത് ആരാ കരയെഴുതി തന്നേ? കരയെഴുതി തന്ന ആര്? തന്നെ തന്നെയാണ് ഈ കണ്ണിൽ പിരിയൊക്കെ വരച്ചു തന്ന ആര്? അമ്മയാ? പിന്നെ പറഞ്ഞ ഇങ്ങനൊരു മൂക്ക്, ഇങ്ങനൊരു ചിരി. നോക്കട്ടെ. പുട്ടുണ്ട് ഇവിടെ, താടിയുണ്ട്, ചെറിയൊരു താടി. ചിരിയുണ്ടോ മുഖത്ത്? ചെറിയൊരു ചിരി ഇല്ലേ?
അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം. ഹാ 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 ആ ഇതാണ് ചിരി. ഇവിടത്തൊക്കെ ചിരി ഇങ്ങനെയാണ്. അപ്പോൾ അത് ഇത്ര തിരക്കാണല്ലോ, അത്രയും ചിരി ബാക്കി സാരമല്ല കേട്ടോ. കുറേ തലമുടി ഉണ്ടല്ലോ, എനിക്ക് പാതി തരുമോ അതിന്? അവിടെ ഒട്ടിച്ച് വയ്ക്കുക, എൻ്റെ തല നോക്കി. ഓ തരുമല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. ഓക്കെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. പൊട്ടുണ്ടല്ലേ, കിടന്നോട്ടൊരു പൊട്ട്. തലമുടി ഞാൻ വരച്ചോളാം കേട്ടോ. കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, കൈ കൊണ്ട് കൈ ഫ്രണ്ടിൽ കെട്ടിക്കുക അല്ലേ, ഇങ്ങനെ ഇങ്ങനെയല്ലേ അല്ലേ? ഈ കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫ്രോക്ക് ഉണ്ട്, തലമുടി ഉണ്ട്, മുമ്പ് കുറേ ഇങ്ങനെ 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 ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ 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 ഉണ്ട് അല്ലേ? ഇവിടുന്ന് ഈ ഡിസൈനൊന്നും എനിക്ക് വരയ്ക്കാറുണ്ട് കേട്ടോ. കാരണം ഇങ്ങോട്ട് നോക്കിയേ, കുറേ അപ്പുറത്തോട്ട് മറയൂർ ഭാഗത്തേക്ക് കുറേ കൂടി തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ അതിൻ്റെ അടിയിൽ വേറൊരു പാലം, മേൽപ്പാലം, അതിൻ്റെ അടിയിൽ വേറൊരു പാലം. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഒരു കമ്മലുണ്ട്, എന്നെ പിടിച്ച് ഇങ്ങനെ നടന്നോട്ടെ കേട്ടാ. തൽക്കാലം ഇങ്ങനെ നടന്നോട്ടെ, ഇങ്ങനെ നടന്നോട്ടെ. മാർത്തല കേട്ടോ. ഇങ്ങനെ വെച്ച് ഒരു ഫ്രോക്ക് ഡിസൈൻ ഉണ്ടല്ലേ. തൽക്കാലം ഇങ്ങനെ കിടന്നോട്ടെ. കൈ ഇങ്ങനെ 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 നടന്നോട്ടെ. ഞാൻ വേഗത്തിലാണ് വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ നടന്നോട്ടെ. ഡിസൈൻ ഇല്ലാത്ത ഭാഗ്യം. തുണിയിലെ ഡിസൈൻ കുറവാണ്, എനിക്ക് എളുപ്പമാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ ഒരാളിപ്പല്ലേ, വേറെന്തായിരുന്നു? അണ്ണ അല്ല, AL എന്നെ അല്ലേ? ഓക്കെ, അല്ല കുറച്ചുകൂടി പൊക്കത്തിലുള്ള ആളാ. എവിടെ? ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങനെ ആയിക്കോട്ടെ. എല്ലാവരും മുഖം കുറച്ച് നീണ്ടതാ കേട്ടാ. അയച്ചു ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറച്ചുകൂടി തിരിഞ്ഞ് അങ്ങനെ അല്ല നിൽക്കാം കേട്ടോ. അങ്ങനെയായി. പൊട്ടുണ്ട് അല്ല, ഇങ്ങനെ നേരത്തെ തന്നത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കൈ എവിടെ? ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ കേട്ടോ. ഇങ്ങനെ ഡിസൈനുണ്ട്. ഇവിടെയും കിടന്നോട്ടെ. അല്ലല്ലോ, തലമുടി എവിടെ? കുറച്ച് ഫ്രണ്ടിലുണ്ട് അല്ലേ? കുറച്ച് ഫ്രണ്ടിലുണ്ട്. ബാക്കി എവിടെ? ബാക്കിലാണോ? അങ്ങനെ കെട്ടിയിട്ടുള്ളത് തിരികെ. കുറച്ച് സൈഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിട്ടുണ്ട്. മതിയാ? തലമുടിയോ? ഇങ്ങനെ പോരെ? കിടന്നോട്ടെ ഇങ്ങനെ. ഇത്രയും പേര്. ഈ നടുക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ ഇതുവരെ പാൻറ് ഇട്ടിട്ടില്ല. അവന് പാൻറ്റില്ലേ? അവൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു ഞാൻ പാൻറ് ഇട്ടിട്ടുണ്ടെന്നോ പറയണ്ടേ അല്ലേ? പാൻറ്റുണ്ടോ? ഇത് പറയത്തുണ്ട്. ഞാൻ ഇത് പാൻറ്റൊന്നും ഇട്ടിട്ടില്ല. നാണക്കേടല്ലേ ഇങ്ങനെ താഴെ ഒന്നും ഇല്ലാതെ നിൽക്കണത് അല്ലേ ഫാദർ? താഴെ ഇങ്ങനെ വൃത്തിയോടായിട്ട് നാണക്കേടല്ലേ? കല്ലൂര് ഒക്കെ ഒരു പാൻറ്റുണ്ട് കേട്ടോ. പാൻറ്റ് താഴെ കൂടെ വന്നിട്ട് ഇത് ഡിസൈൻ ഇങ്ങനെ ഇടന്നോട്ടെ. ഇവിടെ ഒരു ഡിസൈന് പെട്ടെന്ന് വരച്ചു പോവാ കേട്ടോ. ഇത് പാൻറ്റ് മതി. നേരത്തെ പാൻറ്റ് മതിയാ? ജീൻസ് അല്ലേ? അങ്ങനെ വരച്ചു കേട്ടോ. ഓക്കെ ആണോ? ഇവിടെ നിന്റെ മുടി കുറച്ചുകൂടി ഇതാക്കട്ടെ. ഇങ്ങനെ വരച്ചു. ഇദ്ദേഹത്തിൻ്റെ മുടി കുറച്ചുകൂടി ഇതാക്കട്ടെ. ഇതാക്കി എവിടെ? ഇദ്ദേഹത്തിന് കൂടി കുറച്ചുകൂടെ ഇതാക്കി കേട്ടോ. ഇവിടെ അതൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ ആക്കി. ഓക്കെ മക്കളെ, കുട്ടികളെ വരയ്ക്കാൻ പൊതുവെ പ്രയാസമാണ്. എന്നാലും ഒരുമാതിരിയൊക്കെ വരച്ചില്ലേ? അവർക്കൊരു കൈയടി കൊടുത്ത്. കുട്ടികളെ വരയ്ക്കാൻ പ്രയാസമാണ്, എന്നാലും അവർ എന്നെ ഉപദ്രവിച്ചില്ലല്ലോ. സമാധാനം. ആ 3 പേർക്കും ഫോട്ടോ എടുത്തല്ലോ ചേട്ടാ, ഫോട്ടോ എടുത്തല്ലോ. ആണ് പോയോ? ഓക്കെ.
അപ്പോൾ ഈ വലിയ സന്തോഷത്തിൻ്റെ ഒപ്പം നിങ്ങളോടൊപ്പം ചേരാനായത് താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. മറ്റൊരവസരത്തിൽ വരുമ്പോൾ കുറെ കൂടെ ഇതാവാം. താങ്ക് യു. സാറിന്റെ ഹൃദ്യമായ ഒരു മലവെള്ളപ്പാച്ചിലിൽ തകർന്നടിഞ്ഞ വയനാട് ദുരന്തത്തിന്റെ ചതിച്ചിട്ടും മതിയായില്ലേ, ഈ പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ടും കൊതി തീർന്നില്ലേ. വയനാടൻ മനയിലെ പുത്തുമന താഴ്വരയിൽ അടിയാടർ പാർക്കുന്ന ഊര്, മണ്ണിൻ മണമുള്ള അടിയാട മക്കൾക്ക് മനദൈവം മാത്രം കൂട്ട്. ഊരിലെ മൂപ്പന്റെ കൊച്ചുമോൾ നെഞ്ചയ്ക്ക് നെഞ്ചം പിളർക്കുന്ന കഥയുണ്ട് ചൊല്ലാൻ. പിച്ച വയ്ക്കും മുമ്പേ അച്ഛനും അമ്മയും ആർത്തല ചെത്തിയ മലവെള്ളപ്പാച്ചിരി പുത്തുമലയ്ക്കൊപ്പം ഓർമ്മയായി ഒരു നോക്കുപോലും കാണാനാവാതെ പുത്തുമല തന്മാറിൽ ഒളിപ്പിച്ചു അവരെ. പുത്തുമല തന്മാറിൽ ഒളിപ്പിച്ചു. മംഗല്യമോഹങ്ങൾ പൂക്കുന്ന പ്രായം നഞ്ചതൻ നെഞ്ചം കവർന്നൊരുവൻ. ഊരിലേക്ക് മനാം കുഞ്ഞിക്കാരി ആറ്റിൻ കരയിലും കരിവീട്ടിച്ചോട്ടിലും ആരും അറിയാതെ ഒത്തുചേർന്നു. മോഹങ്ങൾ പങ്കുവെച്ചു. ആളറിഞ്ഞു പിന്നെ ഊരറിഞ്ഞു ആ പ്രണയത്തിൻ മധുരക്കഥ മൂപ്പന്റെ കാതിലും എത്തി. ചിങ്കം പിറക്കുമ്പോൾ വള്ളിയൂരമ്മയുടെ തിരുമുമ്പിൽ മംഗലം നിശ്ചയിച്ചു. കലിതുള്ളിയെത്തിയ കക്കിടത്തെ മാറി ഊരാകെ താണ്ഡവമാടി. നേരാളന്മാരുടെ